ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം ഒന്നാം സൂത്രത്തിന്റെ 43-ാമത്തെ പേജിൽ ടീക്ക രണ്ടാമത്തെ പങ്ക്തി. ഏവം തത്പദാത് പ്രസിദ്ധേർ അപ്രമാണത്വേന ആപാദത്വാദ് അജ്ഞാന അനിവർത്തകത്വാദ് ജിജ്ഞാസ ഉപപത്തിരിത്യുക്ത്വാ ത്വംപദാർത്ഥാത്മനാപി ബ്രഹ്മണഃ പ്രസിദ്ധ്യ തത് പ്രതിപത്തിരിത്യാഹ സർവസ്യേതി. ഇവിടുത്തെ പ്രസംഗം തുടങ്ങിയത് ബ്രഹ്മ വസ്തു പ്രസിദ്ധമാണോ അല്ലയോ എന്നുള്ളതായിരുന്നു. പ്രസിദ്ധമാണെങ്കിൽ പിന്നെ ജിജ്ഞാസ്യം ഉണ്ടാവത്തില്ല. അപ്രസിദ്ധ വസ്തുവും ജിജ്ഞാസ്യമാവത്തില്ല. രണ്ട് രീതിയിലും ജിജ്ഞാസ്യ വസ്തു സിദ്ധിക്കപ്പെടാത്തത് കൊണ്ട് ഇവിടെ ബ്രഹ്മവിഷയക ജിജ്ഞാസ സംബന്ധിയായിട്ട് ശാസ്ത്രം ആരംഭിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് പറഞ്ഞത് അസ്തി താവത് ബ്രഹ്മ നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വഭാവം. ബ്രഹ്മ അസ്ഥി. ഈ അസ്ഥി ശബ്ദത്തിന്റെ അർത്ഥം എന്താ? അവിടുത്തെ പ്രസംഗം തന്നെ അതായിരുന്നു. അസ്ഥി ശബ്ദത്തിന് പ്രസിദ്ധം എന്നാണ് അർത്ഥം ചെയ്തത് എന്ന് ടീക്കാകാരൻ സ്പഷ്ടീകരിച്ചതാണ്. അസ്ഥി താവത് ബ്രഹ്മ, ബ്രഹ്മ പ്രസിദ്ധമാണ്. ഇവിടെ ഒരു അസ്ഥിയുടെ പ്രസംഗം ഉന്നയിക്കത്തില്ല എന്ന് ടീക്കാകാരൻ പറഞ്ഞതാണ്. പ്രസിദ്ധിയെ കുറിച്ചാണ് ചോദ്യം. പ്രകൃതം അസ്തിത്വമല്ല, പ്രസിദ്ധിയാണ്. എന്നിട്ട് അതിന്റെ സ്വരഭാവം പറഞ്ഞു സർവജ്ഞ സർവശക്തി മത്തായിരിക്കുന്ന ഒരു ബ്രഹ്മവസ്തു ഉണ്ട്. എന്നിട്ടത് പറഞ്ഞു 42-ാം പേജില് ബ്രഹ്മശബ്ദസ്യ ഹി വ്യുത്പദ്യമാനസ്യ നിത്യശുദ്ധത്വാദയോ ധർമ്മ അർത്ഥ പ്രതീയന്തേ. വ്യാകരണത്തിന് വെച്ചിട്ട്, അതായത് വ്യാകരണാടിസ്ഥാനത്തിൽ നമ്മൾ ബ്രഹ്മശബ്ദ വ്യുത്പത്തി നടത്തിയാൽ ബ്രഹ്മവൃദ്ധൗ എന്നുള്ള ധാതുവിൽ നിന്ന് ആ ധാതുവിന്റെ അർത്ഥനിരൂപണം നടത്തിയാൽ ബ്രഹ്മ എന്നുള്ള വസ്തു, അതായത് ശബ്ദത്താൽ സിദ്ധിക്കപ്പെടുന്ന വ്യാകരണാടിസ്ഥാനത്തിലാണ് ബ്രഹ്മവൃദ്ധൗ ധാതുവിൽ നിന്ന് നമ്മൾ രൂപം ഉണ്ടാക്കിയത് ബ്രഹ്മ. ആ ബ്രഹ്മ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ സർവവ്യാപകം. ഇതിന് നമ്മൾ ടീക്കയിലൂടെ നിരൂപണം നടത്തി സർവശക്തിയും സർവജ്ഞതയും ഉണ്ടെങ്കിൽ മാത്രമേ മഹത്വം പറയാൻ പറ്റത്തുള്ളൂ. ആയതിനാൽ ഇവൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുമെന്ന് നിശ്ചയിച്ചു. ഇതുവരെ നമ്മൾ കഴിഞ്ഞു. ഇനിയാണ് പറഞ്ഞത് ഏവം തത്പദാത് പ്രസിദ്ധേരപ്രമാണത്വന. ഇവിടെ ഇപ്പോൾ തത്വമസ്യാദി പദങ്ങളിലൂടെയുള്ള പ്രസിദ്ധി, അല്ലെങ്കിൽ തത്വമസ്യാദി വാക്യത്തിലെ തത്പദത്താൽ മാത്രം ഉണ്ടായിരിക്കുന്ന പ്രസിദ്ധി എവിടെയുള്ളൂ. ഓക്കെ, തത്പദത്തെ നമ്മൾ ബ്രഹ്മശബ്ദത്തിലൂടെ നിശ്ചയിച്ചു. അതായത് തത്പദത്തിന്റെ വാച്യം ഏതാണോ അത് ബ്രഹ്മപദത്തിന്റെ വാച്യം, പദവാച്യത്വം അല്ലെങ്കിൽ പദലക്ഷ്യത്വം എന്ന് പറയാനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പദാർത്ഥത്തെ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. പദമല്ല പ്രമാണം, വാക്യമാണ് പ്രമാണം. ആയതുകൊണ്ട് പദാത് പ്രസിദ്ധേർ അപ്രമാണത്വന. പദത്തിൽ നിന്നും ഉണ്ടാവുന്ന പ്രസിദ്ധി പ്രാമാണികമല്ല, വാക്യത്തിൽ നിന്നുണ്ടാവുന്ന പ്രസിദ്ധിയാണ് പ്രാമാണികമാകത്തുള്ളൂ എന്ന് പറയുന്നത്. വാക്യമാണ് പ്രമാണം. ആയതുകൊണ്ട് എന്ത് പറ്റി? ആപാദത്വാത്, അത് ആപാദജ്ഞാനം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാല് കൂടുതലൊന്നും വിചാരം നടത്താതെ ഉണ്ടാകുന്ന ജ്ഞാനമാണ് ആപാദജ്ഞാനം. ആപാദമായതിനാൽ എന്ത് പറ്റി? അജ്ഞാന അനിവർത്തകത്വ, അജ്ഞാനത്തിന്റെ നിവർത്തകനായിട്ടില്ല. അതായത് ലോകത്ത് നമ്മൾക്ക് ബ്രഹ്മശബ്ദ വ്യുത്പത്തിയാൽ ബ്രഹ്മ അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റും. പറയത്തില്ലേ, ആത്മജ്ഞാനം കൊണ്ട് അജ്ഞാനം നഷ്ടപ്പെടത്തില്ല. അല്ലാതെ നഷ്ടപ്പെടും, പെടൂല. പിന്നെയോ ഐക്യജ്ഞാനം വരെ പോണം. അതെന്തുകൊണ്ടാ? ഐക്യവിഷയക അജ്ഞാനമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഗീതയിൽ തന്നെ കാണാം. അപ്പോൾ കേവല ബ്രഹ്മ പദാർത്ഥജ്ഞാനം കൊണ്ടും അജ്ഞാനം നഷ്ടപ്പെടാൻ പോകുന്നില്ല. അജ്ഞാന നിവർത്തകത്വാ. അതുകൊണ്ട് എന്ത് വേണം? ഇനി ജിജ്ഞാസ നിലനിൽക്കും. അറിവുണ്ടിട്ട്, അതായത് പൂർവപക്ഷിയുടെ ആപത്തി അറിഞ്ഞിരുന്നെങ്കിൽ എവിടുന്നാണ് ജിജ്ഞാസ നിലനിൽക്കുന്നത് എന്നാണ് സിദ്ധാന്തി പറഞ്ഞത്. പദാർത്ഥത്തിന്റെ അറിവേ ഉള്ളൂ, വാക്യാർത്ഥജ്ഞാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനാൽ അജ്ഞാനം നിലനിൽക്കും. മനസ്സിലാവുന്നുണ്ടോ പല സ്ഥലത്തുള്ള കെട്ടെങ്ങനെയാ വരുന്നത് എന്നുള്ളത്? ഇവിടെ കുറച്ച്, ഗീതയിൽ കുറച്ച് ഇതൊക്കെ ബന്ധിപ്പിച്ചാൽ കാര്യം മനസ്സിലാവും. ഗീതയിൽ പറയും, അല്ലെങ്കിൽ സാഖ്യാദികൾക്ക് പോലും ബ്രഹ്മാവഗതി ഉണ്ടായേനേ എന്നൊരു ഐക്യജ്ഞാനം ഉണ്ടായേനെ, അജ്ഞാനം നഷ്ടപ്പെട്ടേനെ എന്നാ. അവർക്ക് നഷ്ടപ്പെടത്തില്ല എന്നാണ് ഭാഷകാരൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാ? അവിടെ കേവലം ഏതിന്റെ ജ്ഞാനമാണുള്ളത്? സാഖ്യയോഗ സിദ്ധാന്തത്തില് വാക്യജ്ഞാനമേ ഉള്ളൂ, ആത്മജ്ഞാനമേ ഉള്ളൂ. എവിടെയാണ് ചോദ്യം? അവിടെ നിൽക്കി, ആത്മജ്ഞാനമേ ഉള്ളൂ. കാരണം അവിടെ പറയും, നിങ്ങളുടെ ഈശ്വരസിദ്ധി നടന്നിട്ട് സ്വരൂപ സംയമാത പുരുഷജ്ഞാനം വലിയ സൂത്രത്തിന്റെ പാതിഭാഗം മാത്രമാണ്. ദൃക് ദർശന ശക്തിയോ അത്യന്ത വിയുക്തയോ പ്രത്യാവിശേഷ ഭോഗ സ്വാർത്ഥ സംയമാത് പുരുഷജ്ഞാനം. അവിടെ പുരുഷനായിരിക്കുന്ന ബുദ്ധിയിൽ പ്രതിബിംബിതനായിരിക്കുന്നവന്റെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്രഹ്മമായിട്ടുള്ള അവന്റെ ഐക്യജ്ഞാനം അവിടെ ഉണ്ടാവത്തില്ല.
നീ ഇവിടെ നോക്കിയോ. അജ്ഞാന അനിവർത്തകത്വ അത് ജിജ്ഞാസ ഉപപത്തിരിത്യുക്വ ആയതുകൊണ്ട് ജിജ്ഞാസ നിലനിൽക്കും. അറിഞ്ഞാലും ജിജ്ഞാസ നിലനിൽക്കും. പൂർവപക്ഷിയുടെ അപത്തി അറിഞ്ഞാൽ ജിജ്ഞാസ ഉണ്ടാവത്തില്ലെന്ന. ഇവിടെ അജ്ഞാനം നഷ്ടപ്പെടാനുള്ള അറിവ് ഉണ്ടാവുന്നില്ല, കാരണം ഐക്യജ്ഞാനം ഉണ്ടായിട്ടില്ല. പദാർത്ഥ ജ്ഞാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അറിഞ്ഞാലും ജിജ്ഞാസ നിലനിൽക്കും. ജിജ്ഞാസ നഷ്ടപ്പെടുന്ന എപ്പോൾ മാത്ര? ഐക്യജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഐക്യജ്ഞാനം ഉണ്ടായിട്ടില്ല. ഉപപത്തി ഇത്യുക്വ എന്ന് പറഞ്ഞിട്ട് ത്വം പദാർത്ഥാത്മാനമ ആത്മനാപി ബ്രഹ്മണ പ്രസിദ്ധ്യ. ത്വം പദാർത്ഥം തത്വമസി എന്നുള്ള സ്ഥലത്തെ തത്പദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ബ്രഹ്മ ശബ്ദ വിത്പത്തിയാല് താദൃശ പദാർത്ഥ നിശ്ചയം നടന്നിട്ടുണ്ടെങ്കിലും ഐക്യജ്ഞാനമില്ലാത്തതിനാൽ ജിജ്ഞാസ നിലനിൽക്കുന്നത് പോലെ ത്വം പദാർത്ഥാത്മനാപി ബ്രഹ്മണ പ്രസിദ്ധ്യ. ത്വം പദത്തിന്റെ അർത്ഥം ആരാ? ആത്മാ, ജീവാത്മാ. ഈ ജീവാത്മാവിന്റെ രൂപത്തിലും ബ്രഹ്മപ്രസിദ്ധി ഉണ്ട്. ആയതിനാൽ തതുപപത്തി തസ്യ ജിജ്ഞാസാഹ ഉപപത്തി തതുപപത്തി ജിജ്ഞാസ നിലനിൽക്കും. തത്പദാർത്ഥജ്ഞാനം ഉണ്ടായാലും ത്വംപദാർത്ഥജ്ഞാനം ഉണ്ടായാലും ജിജ്ഞാസ നിലനിൽക്കുന്നുണ്ട്. കാരണം ഐക്യജ്ഞാനം വന്നിട്ടില്ല എന്നുള്ളതിനാൽ. ഇനി ഇതിനെ കുറിച്ചാണ് പറയുന്നത്. 42ാമത്തെ പേജിലായി തുടങ്ങുന്നത്. ഭാഷ്യം കാണും 3-ാം പങ്ക്തി. സർവസ്യ ആത്മത്വാച്ച ബ്രഹ്മ അസ്തിത്വ പ്രസിദ്ധി. സർവസ്യ ആത്മത്വാത് ഇത് രണ്ട് രീതിയിൽ അന്വയിക്കുക. ടീക്കയില് സർവസ്യ പ്രസിദ്ധിയായിട്ട് അന്വയിച്ചു കളഞ്ഞിട്ടുണ്ട്. ടീക്കെ സർവസ്യ പാംസു പാതകസ്യാഭി എന്ന് പറയും. ചളിയിൽ, അതായത് കൃഷിക്കാരന് പോലും അഹം എന്നുള്ള ബുദ്ധി നിലനിൽക്കുന്നില്ലേ. ഇപ്പൊ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. ആത്മജ്ഞാനത്തിന് ശാസ്ത്രജ്ഞത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതാർക്കും ഭാഷിക്കുന്നതാണ്. അതാണ് ഏത് വസ്തു? ഞാൻ എത്ര അന്വേഷിച്ചു കഴിഞ്ഞാലും ഞാനല്ലാതാവുന്നില്ലല്ലോ. ഞാൻ അവനാവുമോ? അവൻ ഞാനും ആവത്തില്ല. അപ്പൊ ഞാനെപ്പോഴും ഞാൻ തന്നെയാണ്. എങ്ങനെ തലത്തിക്ക് സർവസ്യ ആത്മത്വാത്. സർവസ്യ രണ്ട് രീതിയിൽ ആദ്യം നോക്കാം. സകലരുടെയും ആത്മസ്വരൂപമായതിനാൽ. ആര്? ബ്രഹ്മവസ്തു എല്ലാവരുടെയും സ്വരൂപമായതിനാൽ ആ രീതിയിലും ബ്രഹ്മത്തിന്റെ പ്രസിദ്ധിയുണ്ട്. അസ്തിത്വ പ്രസിദ്ധി, ബ്രഹ്മത്തിന്റെ ഉണ്മ, ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തിന്റെ പ്രസിദ്ധി. ഇവിടെ രണ്ടർത്ഥമാണ്. അസ്ഥി എന്നും പ്രസിദ്ധി എന്നും രണ്ട് പദം വന്നിട്ടുണ്ട്. ബ്രഹ്മാസ്തിത്വത്തിന്റെ പ്രസിദ്ധിയുണ്ട്. കാരണം ബ്രഹ്മ സകലരുടെയും സ്വരൂപമാകുന്നു. അതായത് ജീവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ബ്രഹ്മ ഭിന്ന വസ്തു, ഞാൻ ഭിന്ന വസ്തു എന്ന. വാസ്തവത്തിൽ ബ്രഹ്മത്തിനോ ജീവനോ വ്യത്യാസമില്ല. ഒറ്റ വസ്തുവല്ലേ ഉള്ളൂ. ഏകനായിരിക്കുന്ന ആത്മാവേ ഉള്ളൂ. ഈശ്വരനും ജീവനും പട്ടികയും പൂച്ചയ്ക്കും അടക്കം ഒറ്റ ആത്മാവേ ഉള്ളൂ. അജ്ഞാനം കൊണ്ട് നമ്മൾ ഭിന്നമായിട്ട് കരുതുന്നു. ഈശ്വരൻ ഭിന്നമായിട്ട് കരുതുവോ? കരുതാതിരിക്കത്തില്ലല്ലോ. കാരണം അജ്ഞാനം ഉണ്ടെങ്കിലും അജ്ഞാന ആവൃതനായിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നില്ല. എന്നാൽ ഭ്രമമില്ല, അല്ലേ? ഭ്രമമില്ലാതെ തന്നെ ഈ ജീവന്മാരുടെ ഭോഗം കൊടുക്കാനായിട്ടാണ് ഞാനിരിക്കുന്നത് എന്നുള്ളൊരു ബോധം. ഏത് വൃത്തി? അവിദ്യാവൃത്തി. അതും കൽപ്പന. വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരു ജീവനുമില്ല, അങ്ങനത്തെ ഒരു ഈശ്വരനുമില്ല. ഈ നമ്മള് സൃഷ്ടി ദൃഷ്ടി വാദാനുസാരം സംസാരിക്കുന്ന നേരം അവിടെ ജീവൻ കൽപ്പിച്ചിട്ട് ഇവിടെ അവിടെ ഈശ്വരൻ കൽപ്പിച്ചിട്ട് ഇവിടെ ജീവന്മാരെ സൃഷ്ടിച്ചു. അതല്ല, സൃഷ്ടി ദൃഷ്ടിക്കനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവൻ കൽപ്പിച്ചിട്ട് ഒരു ഈശ്വരനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാല് ഈശ്വരനുണ്ട്, ജഗത്തുണ്ട് എന്നുള്ള ബുദ്ധി പോലും അത് ജീവന്റെ കൽപ്പന മാത്രമാണ്. ജീവൻ സ്വപ്നത്തിൽ ജഗത് ഉണ്ടാക്കുന്നത് പോലെ മാത്രമാണ് ജാഗ്രതയിലും ജഗത് ഉണ്ടാക്കുന്നത്. സ്വപ്നത്തിലും അവനായിരിക്കുന്ന ദ്രഷ്ട ഉണ്ടാക്കിയ ലോകത്ത് മറ്റുള്ളവർ അവനോട് സംസാരിക്കുകയാണ്, നീ എവിടെ നിന്ന് ഉണ്ടാക്കിയത്? അത് ഈശ്വരനല്ലേ? ചോദിച്ചാൽ പറയാം, ആ ശരിയാണ്, ഈശ്വരൻ ഉണ്ടാക്കിയെന്ന് സമ്മതിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഗണിക്കുകയാണ്, നിങ്ങൾ വേറെ ഞാൻ വേറെ. എന്നപ്പോൾ സകലരുടെ സ്രഷ്ടാവായിരിക്കുന്ന ഒരു ഈശ്വരനെ സമ്മതിച്ചു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ വേദാന്ത സിദ്ധാന്തത്തില് ഈശ്വരനുമില്ല, ജീവനുമില്ല, ലോകവുമില്ല, ബ്രഹ്മവസ്തു മാത്രം ഇരിക്കും. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെ ജഗത്തിനെ നിഷേധിച്ച് കൊണ്ട് ബ്രഹ്മവിചാരത്തിലൂടെ മാത്രമേ ബ്രഹ്മാകാര ഐക്യവൃത്തിയിലെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇതിനൊരു ഉദ്ദേശശുദ്ധിയുണ്ട്, എവിടെ എത്തിക്കണം എന്നുള്ളത്. അതിനനുസരിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ആ ലക്ഷ്യം പിടിക്കണമെങ്കിൽ ജഗത്തിനെ നിഷേധിച്ചേ പറ്റത്തുള്ളൂ. അല്ല കുറച്ചൊക്കെ ശരിയാവും, ദേവതകൾ ശരിയാവാതെ ഈ പൂജ അങ്ങോട്ട് ശരിയാവാതെ ഇനി എങ്ങോട്ടാണെന്നുള്ള ആ ബുദ്ധികൾക്ക് പറഞ്ഞു പണി എല്ലാ വേദാന്തം പഠിക്കും. ഇനി ടീക്കയ്ക്ക് അനുസരിച്ച് നോക്കിയോ. സർവസ്യ ലോകസ്യ യോ അയം ആത്മാ തത് അഭേദാദി ബ്രഹ്മണ പ്രസിദ്ധിരിത്യർത്ഥ. സർവസ്യ കസ്യ ലോകസ്യ സകല ലോകരുടെയും യോയം ആത്മാ. ആത്മാ എന്ന് പറഞ്ഞ സ്വരൂപം ഉണ്ടല്ലോ, ജീവസ്വരൂപം, അഹം. തദ് അഭേദാദി ബ്രഹ്മണ. ആ ബ്രഹ്മത്തിന്
ഈ ജീവ സ്വരൂപമായിട്ട് അഭേദം ഉള്ളത് കൊണ്ട് പ്രസിദ്ധി. ആർക്ക് പ്രസിദ്ധി? എല്ലാ ജീവന്മാർക്കും പ്രസിദ്ധി എന്ന ആളാണ്. നിങ്ങൾ ഭാമതിയുടെ ഒന്നാം പങ്ക്തി കാണും, റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി, വലത് സൈഡില്. സർവസ്യ പാംസു പാദകസ്യ ഹാലികസ്യാപി ബ്രഹ്മാസ്തിത്വ പ്രസിദ്ധി കുതഃ ആത്മത്വാത്. പങ്ക്തി ഒന്ന് വേറെ രീതിയിൽ സെറ്റ് ചെയ്താണ്. സർവസ്യ എന്ന് അർത്ഥം ചെയ്ത് കഴിഞ്ഞു. പാംസു പാദകസ്യ, പാംസു എന്ന് പറഞ്ഞ ചളി, പാദത്തിലുള്ളത് ആർക്കാണോ അവനാണ് പാംസു പാതക എന്ന് പറഞ്ഞാൽ കർഷകന് പോലും. കർഷകൻ എന്താ ജ്ഞാനം ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വേറെ പല ജോലിയിൽ നടക്കുമ്പോൾ സമയമില്ല എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അല്ലാതെ പാംസുപാതകനും ജ്ഞാനം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റും. ഹാലികസ്യാദി ഹലം, ടീക്കേ. ഹലത്തിന് മലയാളത്തിൽ എന്താ? കലപ്പ, ടീക്കേ. കലപ്പ, കലപ്പ ഏന്തിയ കർഷകൻ. ആ, കലപ്പ ഏന്തിയവന് പോലും ഹാലികസ്യ അപി ബ്രഹ്മാസ്തിത്വ പ്രസിദ്ധി. ബ്രഹ്മാസ്തിത്വം, ബ്രഹ്മ ഉണ്ട് എന്നുള്ളത് അവന് പോലും പ്രസിദ്ധമാണ്. എന്തുകൊണ്ടാ? ആത്മത്വ, അവന്റെ സ്വരൂപമായതുകൊണ്ട്. ഇനി ടീക്ക നനു ആത്മനഃ പ്രസിദ്ധി കാ. അല്ല, ഈ ആത്മപ്രസിദ്ധി എവിടുന്ന് വന്നു? അവിടെ നിൽക്ക്, ആത്മാ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ആത്മാ എന്നുള്ള വസ്തു എന്താണ്? അതെവിടുന്ന് ഒരു പ്രസിദ്ധമായി? അതാഹ, അതിന് ഉത്തരം പറയാണ് ഭാഷ്യൻ. 43-ാം പേജിൽ നോക്കിയ ഭാഷ്യൻ. സർവോഹി ആത്മാസ്തിത്വം പ്രതീയതേ നാഹമസ്മീതി. എല്ലാവർക്കും ആത്മാസ്തിത്വം പ്രത്യേതി എന്നാണ്. പ്രത്യേതി, അറിയുന്നു. ആത്മാവിനുടെ ആത്മാസ്തിത്വം. എല്ലാവരും സ്വന്തം അസ്തിത്വത്തെ അറിയുന്നുണ്ട്. അഹമസ്മീതി, ഞാൻ ഇല്ല എന്ന് അല്ല. ഈ ബൗദ്ധ സിദ്ധാന്തത്തിലെ മുഖ്യനായിരിക്കുന്ന മാധ്യമിക സിദ്ധാന്തത്തില് അസത്തിന്റെ കാര്യമാണ് സർവവും. അതപ്പോൾ ആത്മാ എന്നുള്ളത് എന്തായിരിക്കും? അസത്ത് വസ്തുവായിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം ബോധം ഉണ്ടാവേണ്ടത്? അഹമസ്മി, ഞാൻ ഇല്ല. കാരണം ഞാൻ എന്താണ്? അസത്താണ്. അസത്തില്ലാത്ത വസ്തുവായതുകൊണ്ട് നാഹമസ്മി എന്നായിരുന്നു ബോധം ഉണ്ടാവേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാന്? ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബോധം നാഹമസ്മി ഇതി നാന, ഞാനില്ല എന്നല്ല. എന്ന് പറയുന്ന അർത്ഥം ഞാൻ ഉണ്ട് എന്നുള്ള ബോധമാണുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ബൗദ്ധ സിദ്ധാന്തം ഖണ്ഡിതമാകും. അല്ലാതെ ബൗദ്ധനെ തുള്ളി കേട്ടി നടക്കുന്ന നേരല്ലേ ഇവിടെ. നിങ്ങളുടെ ഇവിടെ അല്ലത്തന്നെ ജഗത്തില്ല, അന്നേരമാണ് അവതാരമായിട്ട് വരുന്നത്. അതിന്റെ ഇടയ്ക്ക് 10ാമത്തെ അവതാരമായിട്ട് അങ്ങനെ കയറ്റി വെക്കും. ടീക്ക നോക്ക്. അഹമസ്മീതി ന പ്രത്യേതീതി ന കിന്തു പ്രത്യത്തേവ. പങ്ക്തിയിൽ വായിക്കുന്നവരെ ശ്രദ്ധിച്ചോളാം. അഹമസ്മീതി ന പ്രത്യേതീതി ന, അതിനുശേഷം പോകാൻ കേട്ടോ. അഹം അസ്മീതി ന പ്രതീതി ന, ഞാനുണ്ട് എന്ന് ബോധമില്ലാതെ അല്ല. എന്ന് പറയുന്ന അർത്ഥം ഞാനുണ്ട് എന്നുള്ള ബോധമാണുള്ളത്. കിന്തു പ്രത്യത്തേവ, അറിയുന്നുണ്ട്. എങ്ങനെ അറിയുന്നുണ്ട്? അഹമസ്മി എന്ന് അറിയുന്നുണ്ട്. സൈവ സച്ചിദാത്മനഃ പ്രസിദ്ധിരിത്യർത്ഥ. ഇത് തന്നെയാണ് സച്ചിത് സ്വരൂപനായിരിക്കുന്ന ആത്മാവിന്റെ പ്രസിദ്ധി. ഏത്? അഹം എന്നുള്ള ബോധം തന്നെ സച്ചിദാത്മാവിന്റെ പ്രസിദ്ധിയാകുന്നു എന്നർത്ഥം. സൈവ സച്ചിദാത്മനഃ പ്രസിദ്ധിരിത്യർത്ഥ. ആത്മനഃ കുതഃ സത്ത ഇതി ശൂന്യമതം ആശങ്ക്യാഹ. ശൂന്യവാദികളാണ് ചോദിക്കുന്നത്, ആത്മാവിന്റെ സത്ത എവിടെയുള്ളത്? ആത്മാ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ പറയാൻ പറ്റുന്ന ഒരു വസ്തു നിലനിൽക്കുന്നില്ല. ടീക്കേ. അത് ഉദ്ദേശം എന്താണോ? ആത്മാ ഇല്ല എന്നല്ല, ആത്മാ എന്നുള്ള വസ്തു അസത്താണ്. അല്ലാതെ സത്തായിരിക്കുന്ന ഒരു ആത്മ നിലനിൽക്കുന്നില്ല. ആത്മനക്കുത സത്ത ഇതി, ആത്മാവിന്റെ സത്ത എവിടെ നിന്നാണ്? സത്ത എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അസത്താണ് വസ്തു എന്നാണ് സിദ്ധിക്കുന്നത്. ശബ്ദത്തിലൂടെ സിദ്ധിച്ചു കഴിഞ്ഞു. സത്ത് ഉണ്ട് ആണെങ്കിൽ അസത്തിൽ നിന്ന് ഭിന്നമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആത്മനക്കുത സത്ത, ആത്മാവിന്റെ അസ്തിത്വം എവിടെ എന്ന് പറ. ആത്മാ എന്ത് വസ്തുവാണ്? നാസ്തി എന്ന് പറ, ശൂന്യമാണെന്നാണ് അവരുടെ അഭിപ്രായം. ആ മതത്തിനനുസരിച്ച് ആശങ്ക നടത്തെ ആ സിദ്ധാന്തത്തിന് ഉത്തരം പറയാണ് ഭാഷ്യത്തില്. യദിഹി ന ആത്മ അസ്തിത്വ പ്രസിദ്ധി സ്യാത് സർവോ ലോകോ നാഹമസ്മീതി പ്രതിയാത്. ഇങ്ങനെയായിരുന്നുവെങ്കിൽ, യതി ന അഹമസ്മീതി പ്രസിദ്ധി സ്യാത്, ഈ ലോകത്തിലെ പ്രസിദ്ധി അഹമസ്മി എന്നല്ലാതെ നാഹമസ്മി എന്നായിരുന്നുവെങ്കിൽ. 43-ാമത്തെ പേജിൽ 1-ാമത്തെ പങ്ക്തി നോക്ക്. ആത്മാസ്തിത്വ പ്രസിദ്ധി യതി, ആത്മാസ്തിത്വം പ്രസിദ്ധമല്ലായിരുന്നു എങ്കിൽ, ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമല്ലായിരുന്നു എങ്കിൽ, ലോകോ നാഹമസ്മീതി പ്രത്യാത്, ലോകത്തിന്റെ പ്രത്യയം ഞാൻ എന്തിനെങ്ങനെയായിരുന്നു? നാഹമസ്മി, ഞാനില്ലെന്നായിരുന്നു. അതായത് പ്രസിദ്ധി പറയണമെങ്കിൽ അതിന് കാരണമാണ് അനുഭവം. അനുഭവത്തിലൂടെയാണ് നമ്മൾ പ്രസിദ്ധി പറയുന്നത്. അന്നപ്പോൾ
ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമല്ലായിരുന്നു എങ്കിൽ ലോകം തന്നെ തന്നെ അറിഞ്ഞത് ഞാനില്ല എന്നായിരുന്നു. പക്ഷെ ഞാനുണ്ട് എന്നാണ് അറിയുന്നത്. ഈ അറിവിൽ നിന്ന് പ്രസിദ്ധി സിദ്ധിക്കും. ആരുടെ? ആത്മാവിന്റെ. ആത്മാവിന്റെ അനുഭവം ഇല്ലായിരുന്നുവെങ്കിൽ, അഥവാ നാഹമസ്മി എന്നായിരുന്നു അനുഭവം എങ്കിൽ, ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമല്ലാതെ പോയേനെ. ഇതിനാത്മാസ്തിത്വ പ്രസിദ്ധി, ആത്മാസ്തിത്വം പ്രസിദ്ധമല്ലായിരുന്നു എങ്കിൽ അനുഭവം നാഹമസ്മി എന്നായേനെ. ടീക്ക നോക്കണേ. ആത്മനഃ ശൂന്യസ്യ പ്രതീതോ അഹം നാസ്മീതി ലോകോ ജാനിയാത്. ആത്മനഃ കസ്യ ശൂന്യസ്യ. ഇത് ബൗദ്ധ സിദ്ധാന്തത്തില് ആത്മാന്ന് ഉദ്ദേശിച്ചത് വാസ്തവ വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ ശാസ്ത്രത്തിലും പോവുക. അത് ശൂന്യ വസ്തു ആയിരുന്നുവെങ്കിൽ അഹം നാസ്മീതി ലോകോ ജാനിയാത്, ലോകമെല്ലാം എങ്ങനെയേ അറിയത്തുള്ളൂ? ന അഹമസ്മി എന്ന. കാരണം അഭാവം, ശൂന്യമാണ് വാസ്തവ വസ്തു. അങ്ങനെയാണെങ്കിൽ അസ്മി, അസ്തിത്വം പറയുന്നതല്ലേ. അസ്ഥി അതിന്റെ അഹമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉത്തമ പുരുഷനിൽ അസ്മി, അസ്തിത്വം പറയാണ് വസ്തുവിന്റെ. വസ്തുവിന്റെ അസ്തിത്വത്തിന് പകരം ശൂന്യതയായിരുന്നു പറയേണ്ടതെങ്കിൽ, എന്ന് പറയാൻ വാസ്തവം ശൂന്യമായിരുന്നുവെങ്കിൽ അഹമസ്മി എന്നല്ല ബോധം ഉണ്ടാവുക, നാഹമസ്മി എന്ന. അഹം നാസ്മി ഇത് ലോകോജ്ജാനിയാത്. ലോകര് തന്നെ തന്നെ പ്രതീതമാവുന്നിടത്ത്, തനിക്ക് തന്നെ തന്നെ പ്രതീതമാവുന്നിടത്ത് നാഹം, ഞാനില്ല എന്നായിരുന്നു പ്രതീതമാവുക, അല്ലാതെ അഹം അസ്മി എന്നല്ലായിരുന്നു. ലോകേഷു അഹമസ്മി ഇതി ജാനാതി, ലോകസ്തു അഹമസ്മി ഇതി ജാനാതി. ലോകമായിരിക്കട്ടെ ഞാനുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? തസ്മാത് ആത്മനോ അസ്തിത്വ പ്രസിദ്ധിത്യർത്ഥ. ആയതുകൊണ്ട് ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമാണ്. ആത്മപ്രസിദ്ധവി ബ്രഹ്മണക്കിമായാതം. ആത്മപ്രസിദ്ധമാണെങ്കിലും ബ്രഹ്മവസ്തുവിനെ സംബന്ധിച്ച് എന്ത് കിട്ടി? ഇവിടെ പ്രസംഗം എന്താ? ബ്രഹ്മപ്രസിദ്ധമാണോ? അതിന്റെ ഇടയിലാണ് നിങ്ങൾ കയറിയിട്ട് ആത്മപ്രസിദ്ധി പറയുന്നത്. ഈ ആത്മപ്രസിദ്ധി കൊണ്ട് ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ എന്ത് സിദ്ധിച്ചു? അപ്പൊ അതിന് ഉത്തരം പറയാണ് തത്രാഹ. അതിന് ഉത്തരം ഭാഷ്യകാരൻ പറയാണ്. ഭാഷ്യം കണ്ടോ, 43 രണ്ടാം പങ്ക്തി. ആത്മാജ ബ്രഹ്മ. നിങ്ങളിപ്പോൾ ആത്മാസ്തിത്വം പ്രസിദ്ധമാക്കിയില്ലേ? എങ്ങനെ? അഹം എന്നുള്ള ബോധം. നിങ്ങൾ നോക്കണം എവിടുന്ന് എങ്ങനെയാണ് ഈ പ്രസംഗം പോകുന്നത്. നമ്മൾ ഏതോ ഒരു ശാസ്ത്രനാമം ചൊല്ലി ഏതോ ഒരു ബ്രഹ്മത്തെ പിടിക്കാൻ പോയതല്ല, തൻ്റെതായ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു പ്രയത്നം. ഇനി തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഏതോ ഒരു വസ്തുവിനെ ആയിരുന്നു പിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ശരിയാണ്, നിങ്ങൾക്ക് താദൃശ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ലായിരുന്നു. അവിടെ ഗുരുക്കന്മാര്, സോക്കോൾഡ് ഗുരുക്കന്മാര് പറഞ്ഞ ശരിയാ, ബുദ്ധി കൊണ്ട് കിട്ടത്തില്ല. ഇവിടെ ഇപ്പോൾ കിട്ടാനൊന്നും ഇല്ലല്ലോ, സ്വന്തം സ്വരൂപമല്ലേ. അജ്ഞാനം നഷ്ടപ്പെടാനേ ഉള്ളായിരുന്നു. അജ്ഞാനം നഷ്ടപ്പെടുക എന്നുള്ളത് ബുദ്ധിവൃത്തിയുടെ കാര്യമാണ്. അവിടെ ബുദ്ധിവൃത്തി ഉപകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തെ കിട്ടത്തില്ല, അത് ശരിയാണ്. പക്ഷെ അജ്ഞാനം നഷ്ടപ്പെടുത്താൻ പറ്റും. ആ അജ്ഞാനം നഷ്ടപ്പെടുന്ന ഇടത്ത് ബുദ്ധി കൊണ്ട് വസ്തുവിനെ അറിയുക ചെയ്യേണ്ടത്. ആ അറിവ് ബുദ്ധിയുടെ വൃത്തിയാണ്. ആത്മാച്ച ബ്രഹ്മ. ബ്രഹ്മവസ്തു എന്ന് പറഞ്ഞാൽ അത് ആത്മസ്വരൂപം തന്നെയാണ്, തന്നിൽ ഭിന്നമല്ല. അതുകൊണ്ട് അതിന് എന്ത് പറ്റി? അഹമസ്മി എന്ന് ആത്മാവിനെ അറിയുന്നത് കൊണ്ട് അഹമസ്മി എന്ന് ബ്രഹ്മവും അറിയപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ അറിവിന്റെ വിഷയമായിക്കൊണ്ട് ബ്രഹ്മവസ്തുവും പ്രസിദ്ധമാകുന്നു. അല്ലാതെ ഞാൻ അറിയാത്ത ഏതോ ഒരു വസ്തുവാണ് ബ്രഹ്മം എന്നാരും കരുതണ്ട. ആ ബ്രഹ്മമായിരിക്കുന്ന ആത്മാവിൽ അജ്ഞാനത്താൽ ആവരണം ഉണ്ടെന്ന് മാത്രം. അല്ലാതെ ആത്മാവ് വേറെയും ബ്രഹ്മം വേറെയും, അജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ ആത്മാ ബ്രഹ്മമാവും, ഇതൊന്നും വേദാന്ത പ്രക്രിയയല്ല. പഠിപ്പിക്കുന്നവർ അങ്ങനെയൊക്കെ ആയിരിക്കും. തുടക്കത്തിൽ പങ്ക്തി അങ്ങനെ എഴുതുക, തുടക്കത്തിൽ അങ്ങനെയല്ലേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത് എത്രയോ കാലം കഴിഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. ഒരൊറ്റ വസ്തുവാണ്, ഒരേ അജ്ഞാനം. അജ്ഞാനത്തിൽ ബിംബിതൻ ഈശ്വരനും പ്രതിബിംബിതൻ ജീവനും. അജ്ഞാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ജീവനുമില്ല ഈശ്വരനുമില്ല, ഒറ്റ ബ്രഹ്മം മാത്രം അവശേഷിക്കും. ചിന്താ പദ്ധതികളിൽ ഒന്ന് അവതരിപ്പിച്ചതാണ്. ടീക്ക നോക്കി. അയം ആത്മാ ബ്രഹ്മ ഇത്യാദി ശ്രുതേരിതി ഭാവ. ഭാഷ്യത്തിൽ പറഞ്ഞത് ആത്മാജ ബ്രഹ്മ എന്ന. ഇതിന് പ്രമാണം കൊടുത്തിട്ടാണ് അയം ആത്മാ ബ്രഹ്മ, അയമാത്മാ ചതുഷ്പാദ്. ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മ, ബ്രഹ്മവസ്തു ഭിന്നമൊന്നുമല്ല. അപ്പോൾ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജ്ഞാനത്തിന്റെ ആവശ്യമില്ലേ? അവിടെ അല്ലേ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുന്നത്. പ്രസിദ്ധി പക്ഷോക്തം ദോഷം പൂർവപക്ഷേണ സ്മാരയതി. പ്രസിദ്ധി, രണ്ട് പ്രസംഗം കൊണ്ടുവന്നിരുന്ന പൂർവപക്ഷി പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ എന്നുള്ളത്. ഈ പ്രസിദ്ധി പക്ഷത്തിൽ പറഞ്ഞിരിക്കുന്ന ദോഷത്തെ പൂർവപക്ഷേണ സ്മാരയതി, മുമ്പ് പറഞ്ഞതാണ്, അതിനൊരിക്കൽ കൂടി സ്മരിപ്പിക്കുകയാണ്. ഭാഷ്യം കണ്ടോ. യതി തർഹി ലോകെ ബ്രഹ്മാത്മത്വേന പ്രസിദ്ധമസ്തി തതോ ജ്ഞാതമേവ ഇതി അജിജ്ഞാസ്യത്വം പുനരാപന്നം. യതി തർഹി ഒന്നിച്ചു വെക്കേണ്ട ആവശ്യമില്ല.
യതി ലോകേ ബ്രഹ്മ ആത്മത്വേന പ്രസിദ്ധം അസ്തി, ലോകത്തിലെ ബ്രഹ്മവസ്തു ആത്മരൂപത്തിൽ പ്രസിദ്ധമാണെങ്കിൽ, ഞാൻ എന്നുള്ള അർത്ഥത്തില് ബ്രഹ്മവസ്തു തന്നെ പ്രസിദ്ധമാണെങ്കിൽ, തർഹി ഇവിടെ കൊണ്ടുവന്നാണ്, തർഹി തതോ ജ്ഞാതമേവ, അങ്ങനെയാണെങ്കിൽ പിന്നെ ജ്ഞാതം തന്നെയല്ലേ വസ്തു. ജ്ഞാതമായത് കൊണ്ടാണ് ശരിക്കും പ്രസിദ്ധമാവുന്നത്. ഈ രീതിയിൽ പ്രസിദ്ധി ഉണ്ടെങ്കിൽ അത് ജ്ഞാതം തന്നെയാണല്ലോ. അങ്ങനെ ഇരിക്കെ ബ്രഹ്മവസ്തു എവിടെ നിന്നാണ് ജിജ്ഞാസ്യമാവുന്നത്? സസ്യ ജിജ്ഞാസ്യത്വം പുനരാപന്നം, സോറി അജിജ്ഞാസ്യത്വമാപന്നം, ജിജ്ഞാസ്യത ഇല്ല. കാരണം ജ്ഞാതമായതുകൊണ്ട് പിന്നെ അവിടെ ജിജ്ഞാസ്യത ഇരിക്കത്തില്ല. അജ്ഞാത വസ്തുവിൽ മാത്രമേ അജ്ഞാത വസ്തുവെ ജിജ്ഞാസ്യമാകത്തുള്ളൂ. ജിജ്ഞാസ്യത്തിന്റെ അർത്ഥം എന്താ? ജിജ്ഞാസയുടെ വിഷയം. ജ്ഞാതുമിച്ഛ ജിജ്ഞാസ, ജ്ഞാതുമിച്ഛ ജിജ്ഞാസ എന്നുള്ള ജിജ്ഞാസ എവിടെ വരത്തുള്ളൂ? അജ്ഞാത അർത്ഥത്തിൽ. വസ്തു ജ്ഞാതമായി കഴിഞ്ഞാൽ പിന്നെ വസ്തുവിൽ ജിജ്ഞാസയില്ല. വസ്തുവിൽ ജിജ്ഞാസയില്ലെങ്കിൽ വസ്തു ജിജ്ഞാസ്യമല്ല. ജിജ്ഞാസ്യമല്ലെങ്കിൽ അത് അജിജ്ഞാസ്യമായി. അജിജ്ഞാസ്യമായാൽ അവിടെ ഇരിക്കും അജിജ്ഞാസ്യത്വം. നോക്കിയോ, അജ്ഞാതത്വ അഭാവേന വിഷയാദ്യ അഭാവാത് അവിചാരിത്വം പ്രാപ്തം ഇത്യർത്ഥഃ. അജ്ഞാതത്വ അഭാവേന, ഒരു പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്, അജ്ഞാതത്വം ഉണ്ടെങ്കിലേ വിഷയത്വം ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ബ്രഹ്മവസ്തു ആത്മസ്വരൂപത്തിൽ ജ്ഞാതമാണെങ്കിൽ, അഹം എന്നുള്ള ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, അഹം എന്നുള്ള വസ്തു ബ്രഹ്മമാണെങ്കിൽ ആ ബ്രഹ്മവസ്തുവും ജ്ഞാതമായി കഴിഞ്ഞു. അവിടെ എന്തിരിക്കത്തില്ല? അജ്ഞാതത്വം ഇരിക്കത്തില്ല. അജ്ഞാതത്വം ഇരിക്കത്തില്ല. അപ്പൊ അജ്ഞാതത്വ അഭാവേന വിഷയാദ്യ അഭാവാത്, വിഷയം പ്രയോജനാദികൾ വേണമെങ്കിൽ ആ വസ്തുവില് അജ്ഞാതത്വം ഇരിക്കേണ്ടിയിരുന്നു. ഇവിടെ ഇപ്പോൾ ജ്ഞാതമായതിനാൽ അജ്ഞാതത്വം ഇരിക്കത്തില്ല. ആയതിനാൽ ആ വിചാരിത്വം പ്രാപ്തം, ബ്രഹ്മ വിചാര്യമേ ആവത്തില്ലല്ലോ. വിചാരത്തിന് വിഷയമായിട്ട് ഇവിടെ ഇപ്പോൾ ബ്രഹ്മവസ്തു വരത്തില്ല. ഇനി സിദ്ധാന്തിയുടെ ഉത്തരമാണ് ഇനി കൊടുക്കുന്നത്. യഥാ, ടീക്കയിലാണ് യഥാ ഇതം രജതമിതി വസ്തുതഃ ശുക്തി പ്രസിദ്ധി തദ്വത് അഹമസ്മീതി സത്വ ചൈതന്യ രൂപത്വ സാമാന്യന വസ്തുതോ ബ്രഹ്മണ പ്രസിദ്ധി നേയം പൂർണ്ണ ആനന്ദ ബ്രഹ്മരൂപ വിശേഷ ഗോചരാ വാദിനാം വിവാദഭാവ പ്രസംഗാത്. അതായത് ശുക്തിയില് രജതത്തെ കാണുന്ന സമയത്ത്, രജതം എന്ന് പറയുന്ന അർത്ഥം വെള്ളി, ശുക്തി എന്ന് പറഞ്ഞാല് മുത്തുച്ചിപ്പി. ആ മുത്തുച്ചിപ്പിയില് വെള്ളിയെ കാണുന്ന സമയത്ത് മുത്തുച്ചിപ്പി കാണപ്പെടുന്നുണ്ടോ? കാണപ്പെടുന്നുണ്ട്. എങ്ങനെ? സാമാന്യമായിട്ട്. ഓക്കെ. യഥാ ഇതം രജതമിതി വസ്തുതഃ ശുക്തി പ്രസിദ്ധി, വാസ്തവത്തിലിരിക്കുന്ന ശുക്തി പ്രസിദ്ധമാണ് ഇതം രജതമുള്ള ജ്ഞാനമുള്ള സമയത്ത് പോലും. എങ്ങനെ? ഇതംത്വേന പ്രസിദ്ധമാണെങ്കിലും അത് ശുക്തിത്വേന പ്രസിദ്ധമല്ലെന്നർത്ഥം. ഇതം രജതമിതി വസ്തുതഃ ശുക്തി പ്രസിദ്ധി തദ്വത്. അതേപോലെ അഹമസ്മീതി, ഞാൻ എന്നുള്ള അഹം അസ്മി, ഞാൻ ഉണ്ട് എന്നുള്ള ബുദ്ധിസ്ഥലത്ത് പോലും ബ്രഹ്മ പ്രസിദ്ധമാണ്. എങ്ങനെ? സത്വ ചൈതന്യ രൂപത്വ സാമാന്യേന. അതായത് ബ്രഹ്മവസ്തുവില് അഥവാ ആത്മവസ്തുവില് ആവരണം ഉണ്ടെങ്കിൽ പോലും ആ ആവരണം സദാംശത്തിലോ ചിദാംശത്തിലോ ഇല്ല. സദാംശത്തിലും ചിദാംശത്തിലും ആവരണം ഉണ്ടായിരുന്നുവെങ്കിൽ അഹം എന്നുള്ള ഭാനം പോലും നടക്കത്തില്ലായിരുന്നു. പൂർണ്ണ ആനന്ദാംശത്തിലും ഐക്യാംശത്തിലും ആവരണം ഉള്ളത് കൊണ്ട് ഐക്യത്തിന്റെ ജ്ഞാനമോ പൂർണ്ണ ആനന്ദ സ്വരൂപത്തിന്റെ ജ്ഞാനമോ ഉണ്ടാവുന്നില്ലെന്നർത്ഥം. സത്വ ചൈതന്യ രൂപത്വ സാമാന്യന, സത്വരൂപത്തിലും ചൈതന്യ രൂപത്തിലും സാമാന്യമായിട്ട് വസ്തുവിന്റെ ജ്ഞാനമുണ്ട്. സാമാന്യ ജ്ഞാനത്തെയാണ് നമ്മൾ സത്വരൂപത്തിലും ചൈതന്യ രൂപത്തിലുള്ള ഭാനം എന്ന് പറഞ്ഞത്. ബ്രഹ്മണ പ്രസിദ്ധി, ബ്രഹ്മത്തിന് പ്രസിദ്ധിയുണ്ട്. എവിടെ? ഞാൻ എന്നുള്ള ബോധമുള്ള സമയത്ത് പോലും ബ്രഹ്മ വസ്തുവിന്റെ ജ്ഞാനമുണ്ട്. ആ താദൃശ രീതിയിൽ ബ്രഹ്മവസ്തു പ്രസിദ്ധമാണ്. പക്ഷേ ന ഇയം പൂർണ്ണ ആനന്ദ ബ്രഹ്മസ്വരൂപ വിശേഷഗോചര, ഇത് പൂർണ്ണാനന്ദ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വിശേഷ സ്വരൂപത്തെ ഗോചരം നടത്തുന്ന വിശദീകരിക്കുന്ന വൃത്തിയല്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ വാദിനാം വിവാദാഭാവ പ്രസംഗ, വാദികൾ തമ്മിൽ ബ്രഹ്മ നിത്യശുദ്ധമാണെന്നും അല്ലെന്നും ശരീരമാണെന്നും ഇന്ദ്രിയമാണെന്നും ഇങ്ങനെയുള്ള ഒരു വാദം ഉണ്ടാവത്തില്ലായിരുന്നു. എല്ലാവർക്കും ഞാനെന്ന് അറിവുള്ള സ്ഥലത്ത് നമ്മൾക്ക് വിവാദമില്ലല്ലോ, ഇല്ല. ഇതേപോലെ ആ ജ്ഞാനം സച്ചിദാനന്ദ സ്വരൂപ ആത്മാവിന്റെ പൂർണ്ണാനന്ദ സ്വരൂപ ജ്ഞാനമായിരുന്നു എങ്കിൽ പൂർണ്ണാനന്ദ ഐക്യാംശത്തിലൊന്നും ആർക്കും പരസ്പരം വിവാദം ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ വിവാദം നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ ആവരണം ഉണ്ട് താനും. എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് ബ്രഹ്മവസ്തുവിന്റെ ജ്ഞാനം നടക്കുന്നുണ്ട്, പക്ഷെ വിശേഷജ്ഞാനം നടക്കുന്നില്ല എന്നുള്ള സ്ഥിതിക്ക് വിശേഷജ്ഞാനത്തിനായിട്ടുള്ള ജിജ്ഞാസ നിലനിൽക്കുന്നർത്ഥം. നഹി ശുക്തിത്വ വിശേഷ ദർശനേ സതി രജതം രംഗം അന്യത് വൈദി വിപ്രതിപത്തിരസ്തി. ശുക്തി സ്വരൂപത്തിന്റെ വിശേഷ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രമേയം ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് രജതമാണോ, രംഗമാണോ? രജതം വെള്ളി, രംഗം എന്ന് പറഞ്ഞാൽ ലെഡ്. ഈ രീതിയിലൊന്നും വിപ്രതിപത്തി നാസ്തി, വിരുദ്ധ പ്രതിപത്തി, വിരുദ്ധാഭിപ്രായമോ ജ്ഞാനമോ ഉണ്ടാവത്തില്ലായിരുന്നു. അതോ വിപ്രതിപത്തി അന്യഥാനുപത്തിയ സാമാന്യത പ്രസിദ്ധവി. പക്ഷെ എന്ത് കാണുന്നുണ്ട്? വിപ്രതിപത്തി കാണുന്നുണ്ട്. അന്നപ്പോൾ സാമാന്യ പ്രസിദ്ധി അല്ലാതെ വിശേഷ പ്രസിദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ വിപ്രതിപത്തി ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ വിപ്രതിപത്തി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനാൽ അർത്ഥാപത്തി പ്രമാണത്താൽ സാമാന്യ പ്രസിദ്ധി മാത്രമേ സിദ്ധിക്കത്തുള്ളൂ ആത്മാവിന്റെ. അങ്ങനെയാണെങ്കിലും വിശേഷസ്യ അജ്ഞാതത്വാത്, വിശേഷരൂപം അജ്ഞാതമായ സ്ഥിതിക്ക് വിഷയാദി സിദ്ധിരുതി സിദ്ധാന്തേതി. വിശേഷ വസ്തു അജ്ഞാതമായതിനാൽ ജിജ്ഞാസത നിലനിൽക്കും. ജിജ്ഞാസ്യമാണ് ആ വസ്തു, അതിൽ ജിജ്ഞാസ്യത്വം നിലനിൽക്കും. ജിജ്ഞാസ്യത്വം നിലനിൽക്കുന്നതുകൊണ്ട് ഇനി നമ്മൾക്ക് വിചാരത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥം ആരംഭിക്കാം. ഇതി സിദ്ധാന്തേതി, ഇനി സിദ്ധാന്തവശം അവതരിപ്പിക്കുകയാണ്. ഭാഷ്യം കണ്ടു. തത് വിശേഷം പ്രതി വിപ്രതിപത്തേഹേ, ബ്രഹ്മവസ്തുവിന്റെ സാമാന്യ ജ്ഞാനം ഉണ്ടെങ്കിലും സാമാന്യ രൂപത്തില് അഹമസ്മി എന്ന് ബ്രഹ്മവസ്തു തന്നെ പ്രസിദ്ധമാണെങ്കിൽ പോലും വിശേഷ വിജ്ഞാനം മാത്രമാണ് അജ്ഞാനത്തെ നശിപ്പിക്കത്തുള്ളൂ എന്നുള്ളതിനാൽ തത് വിഷയക വിശേഷ വിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് വിശേഷ വിജ്ഞാനത്താൽ നഷ്ടപ്പെടേണ്ട അജ്ഞാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ ആ അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ട് ആ വസ്തുവിന്റെ ജ്ഞാനത്തിനായിട്ടുള്ള ജിജ്ഞാസ നിലനിൽക്കുന്ന അർത്ഥം. ठीक സാമാന്യ വിശേഷ ഭാവ സ്വാത്മനി സച്ചിത് പൂർണ്ണാനന്ദപദ വാച്യ ഭേദാത് കൽപ്യത ഇതി മന്തവ്യം. ഇവിടുത്തെ പ്രസംഗം എന്താന്ന് പറഞ്ഞാല്, ഇവിടെ നിങ്ങൾ എങ്ങനെ ഏകനായിരിക്കുന്ന ആത്മാ ഒരംശം ജ്ഞാതമാണെന്നും ഒരംശം അജ്ഞാതമാണെന്നും പറയും? കാരണം നിരവയവനായിരിക്കുന്ന ആത്മാവില് അംശഭാവം ഇല്ലല്ലോ. എന്ന് പറഞ്ഞാല് സച്ചിദംശം ആവൃതമാണെന്നും അനാവൃതമാണെന്നും എന്ന് പറഞ്ഞ ചിദംശത്തെയും സദംശത്തെയും നമുക്കറിയാം. അഹമസ്മി, അഹം ഭാമി. ഈ രീതിയിൽ സത്താരൂപത്തിലും പ്രകാശരൂപത്തിലും ആത്മാ ഭാസിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണാനന്ദ രൂപത്തിൽ ഭാസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആത്മാവില് സാവയവത മാനിക്കേണ്ടി വരില്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ. ഏകനായിരിക്കുന്ന ആത്മാവല്ലേ. അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശത്തെ അറിഞ്ഞു, ഏകദേശത്തെ അറിഞ്ഞില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? സാമാന്യ വിശേഷഭാവം ആത്മാവിന് ഇല്ലല്ലോ. ठीक है, നിസ്സാമാന്യ നിർവിശേഷനായിരിക്കുന്ന ആത്മാവില് സാമാന്യ വിശേഷഭാവം എവിടുന്ന് വന്നു? ഇതാണ് ചോദ്യം. അപ്പൊ അതിന് ഉത്തരമാണ് പറയുന്നത്, സാമാന്യ വിശേഷഭാവ സ്വാത്മനി കൽപ്യത, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണത്. കൽപ്യതേ എങ്ങനെ? സത്ത് ചിത്ത് പൂർണ്ണാദി പദ വാച്യഭേദാത്, വാച്യാർത്ഥത്തിന്റെ ഭേദം കൊണ്ട് മാത്രമാണ്. ലക്ഷ്യാർത്ഥത്തിൽ ഒന്നാണ്. അതായത് സത്ത് എന്ന് പറഞ്ഞാൽ അസത് വിലക്ഷണം എന്നർത്ഥം. അപ്പൊ സത് ശബ്ദത്തിന്റെ വാച്യം പ്രസിദ്ധമാണ്. അസത്വത്തിനെ നിഷേധിക്കാൻ, അതായത് ബൗദ്ധ സിദ്ധാന്തത്തിൽ അസത്താണ് ആത്മാ. ഈ അസത്വത്തെ നിഷേധിക്കാനാണ് നമ്മൾ സത് ശബ്ദ പ്രയോഗം നടത്തിയത്. സത് ശബ്ദ പ്രയോഗം നടത്തിയാൽ സത് എന്നുള്ള ശബ്ദത്തിന്റെ വാച്യാർത്ഥം പ്രസിദ്ധമാണ്. അതിന്റെ വിലക്ഷണത നമ്മൾക്ക് ആത്മാവിൽ സിദ്ധിക്കണം. അതുകൊണ്ട് വാച്യപ്രസിദ്ധി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പൂർണ്ണപദം, പൂർണ്ണ പറയുന്നർത്ഥം ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യത്വം. ഈ പദാർത്ഥം വാച്യാർത്ഥം പ്രസിദ്ധമാണ്, പക്ഷെ പദാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം ഭിന്നമല്ല, ഒന്ന് മാത്രമാണ്. അപ്പൊ വാച്യാർത്ഥം ഭിന്നമായതുകൊണ്ട് നമ്മൾ വിശേഷ സാമാന്യ ഭാവത്തെ കൽപ്പിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്രദക്തിയ വിചൈതന്യ അപ്രദക് യുവ അഭാസതയെന്ന്. അപ്രദക് സ്വരൂപമാണെങ്കിൽ പോലും അസ്തിത്വം, ഭാനം, വിഷയാനുഭവം ഇതെല്ലാം ബ്രഹ്മവസ്തു തന്നെയാണെങ്കിൽ പോലും വ്യവഹാര കാലത്ത് നമ്മൾ ഭിന്നമായിട്ട് എടുത്ത് വ്യവഹരിക്കാറുണ്ടെന്ന് മാത്രം. ഈ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളാം. മന്തവ്യം തത്ര സ്ഥൂല സൂക്ഷ്മ ക്രമേണ വിപ്രതിപത്തി രൂപന്യസ്യതി. സ്ഥൂല സൂക്ഷ്മ ക്രമത്തിൽ ഇനി വിരുദ്ധ പ്രതിപത്തി അവതരിപ്പിക്കാൻ പോവുകയാണ്. അതായത് ആത്മാവിന്റെ കാര്യത്തിൽ ആത്മാ അസ്ഥി നാസ്തി ഇങ്ങനെയുള്ള പല വിശേഷങ്ങളുണ്ട്. അതായത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഉണ്ടെങ്കിൽ തന്നെ അത് ശരീരാദികളാണോ, ഇനി ശരീരത്തിന് വിലക്ഷണമാണെങ്കിൽ പോലും അത് ബ്രഹ്മസ്വരൂപമാണോ അല്ല അതിൽ നിന്ന് വിലക്ഷണനാണോ എന്നുള്ള കാര്യത്തിൽ വാദികൾക്ക് തമ്മിൽ പരസ്പരം മതഭേദമുണ്ട്. ഇനിയാണ് നമ്മൾ അന്യമതത്തിനെ നിരൂപണം ചെയ്യുന്നത്. കുറച്ച് നേരത്തേക്ക് ഭാഷ്യം 43-ാമത്തെ പേജില് 3-ാം പങ്ക്തി മുതൽക്ക് ഇനി 44-ലേക്ക് പോവുകയാണ്. ദേഹമാത്രം ചൈതന്യ വിശിഷ്ടം ആത്മേതി പ്രാകൃതാഹ ജനാഹ ലോകായതികാശ്ച പ്രതിപന്നാഹ. ലോകായുധന്മാർ, ലോകത്തിൽ ആയുധം വിസ്തൃതം, അതാണ് ലോകായുധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ചാർവാക മതമാണ്. ലോകത്തിൽ വിസ്താരമായിരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ലോകമാണ് ഈ ചാർവാകന്റേത്. ഇതിനെയാണ് ആദ്യം പറയുന്നത് ദേഹമാത്രം ചൈതന്യ
വിശിഷ്ടമാത്മേതി. ദേഹമാത്രം ആത്മാ. ഈ 4 ഭൂതങ്ങൾ ചേർന്നിരിക്കുമ്പോൾ അത് വിലക്ഷണമായിട്ട് ഭാഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ചൈതന്യ രൂപത കിട്ടുന്നത്. ആ ചൈതന്യ വിശിഷ്ടാത്മാ ദേഹം. അല്ലാതെ ചൈതന്യം വേറൊരു വസ്തു എന്നും ദേഹം വേറെ വസ്തു എന്നൊന്നല്ല ചാർവാക സിദ്ധാന്തം. ഇപ്പോൾ അവർ പറയും, ദൃഷ്ടാന്തം പറയും, എന്നിങ്ങനെ ചുണ്ണാമ്പ്, അടക്ക, വെറ്റില 100 കൂട്ടിച്ചേർത്ത് ചവച്ചാല് ഇതിൽ ഒന്നിലും തന്നെ ചുവപ്പ് നിറമില്ല. പക്ഷെ ഇനി ചവച്ച് തുപ്പിയാൽ അതിൽ ചുവപ്പ് നിറം കാണും. ഇതേപോലെ മാദകത്വവും കൂടി ചേർന്നിരിക്കുന്ന കിട്ടുന്ന മാദകത്വം പ്രത്യേകത്തിലില്ല. ഇതേപോലെ 4 ഭൂതങ്ങൾ ചേർന്നിരിക്കുന്ന ദേഹത്തിൽ മാത്രം എന്തുണ്ടാവും? ചൈതന്യം കാണാമെന്ന് മാത്രം. ചൈതന്യം വേറെ വസ്തു ഒന്നുമല്ല. അതുകൊണ്ടാണ് ചൈതന്യ വിശിഷ്ടം ദേഹമാത്രം ചൈതന്യ വിശിഷ്ടം ആത്മേതി പ്രാകൃത ജനാഹ. പ്രാകൃത ജനങ്ങൾ ആറ് വിശേഷണമാണിത്? ആരുടെയല്ല, പ്രാകൃത ജനങ്ങൾ വേറെ തന്നെ എന്ന് പറയാൻ സാമാന്യ ജനം, ശാസ്ത്ര ബുദ്ധിയില്ലാത്ത ജനങ്ങളും അവർ മാത്രമല്ല, ലോകായതികാശ്ച ലോകായതന്മാരും എന്ന് പറയുന്ന ചാർവാകന്മാരും അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ആണ് ബോധമുള്ളത്. പ്രതിപന്നാഹ, അവരുടെ അറിവ് ഇങ്ങനെയാണുള്ളത്. ഇനി ഈ ചാർവാകരിൽ തന്നെ മതഭേദമുണ്ട്. ठीक है, അവരിലും വകുപ്പ് വ്യത്യാസമുണ്ട്. പറയാണ് ഇന്ദ്രിയാണ്യവ ചൈതന്യാത്മൈത്യവരെ. ചില ചാർവാകന്മാർ പറയുന്നത് ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആത്മാ എന്നുള്ളത് ഇന്ദ്രിയങ്ങളാകുന്നു. ആയിക്കോട്ടെ, ഒന്നുകൂടി പുറകോട്ട് വരികയാണ്. അതിനേക്കാൾ മെച്ചമുള്ളവന്മാർ പറയാണ് മനയിത്യന്യേ. അന്യ ചാർവാകന്മാർ മനസ്സാണ് ആത്മാ എന്ന് പറയും. ഇനി ക്ഷണിക വിജ്ഞാനവാദികൾ യോഗാചാര മതം വരികയാണ്. വിജ്ഞാനം മാത്രം ക്ഷണികമിത്യേകി. ക്ഷണിക വിജ്ഞാനമാണ് ബ്രഹ്മവിജ്ഞാനം നല്ലത്. ക്ഷണിക വിജ്ഞാനത്തിന്റെ കാര്യമാണ് ഈ ജഗത്ത് മൊത്തം. അതുകൊണ്ട് ക്ഷണിക വിജ്ഞാനമാണ് വാസ്തവം എന്ന് യോഗാചാര മതത്തില്. ഇനി ഇത് രണ്ടേ വന്നിട്ടുള്ളൂ ഇവിടെ. മുഖ്യനാര മാധ്യമികൻ, അതിന് താഴെയാണ് യോഗാചാരം. ആദ്യം താഴെയുള്ള യോഗാചാര മതം പറഞ്ഞിട്ട് മുഖ്യന്റെ മതം പറയാണ് ശൂന്യമെത്തിയവരെ. അവരവനായിരിക്കുന്ന മാധ്യമികന്മാർ പറയുന്നത് ശൂന്യമാണ് വാസ്തവ സത്വം. ഇത്രയും ഭാഗം ടീക്ക നോക്ക്. ശാസ്ത്രജ്ഞാന ശൂന്യാഹ പ്രാകൃതാഹ. ശാസ്ത്രജ്ഞാനരഹിതന്മാരാണ് പ്രാകൃതന്മാർ. വേദബാഹ്യ മതാന്യുക്ത. വേദബാഹ്യ മതമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. ആരൊക്കെ? ചാർവാകൻ, പ്രാകൃതൻ. ചാർവാകരിൽ തന്നെ വ്യത്യാസമുള്ളത്. അതേപോലെ ക്ഷണിക വിജ്ഞാനവാദിയായിരിക്കുന്ന യോഗാചാരം, മാധ്യമികന്മാരായിരിക്കുന്ന മുഖ്യന്മാർ. ഇവരുടെ എല്ലാവരുടെയും മതം പറഞ്ഞു എന്ന് പറയാം. ഇവരെല്ലാവരും എന്താണ്? വേദബാഹ്യന്മാരാണ്. ഇവർ നാസ്തികരാണോ ആസ്തികരാണോ? നാസ്തികർ എന്ന് പറയും. കാരണം എന്താ? വേദത്തെ പ്രമാണമായിട്ട് മാനിക്കാത്തത്. അതന്നെ, ഇത്രയുള്ളൂ. വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്നുണ്ടെങ്കിൽ ആസ്തികരും, വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്നില്ലെങ്കിൽ നാസ്തികരും. അല്ലാതെ ഈശ്വരനെ മാനിക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ല ഇവിടെ. വേദബാഹ്യ മതാനി ഉക്ത്വ. മതങ്ങൾ പലതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മതാനി ഉക്ത്വ പറഞ്ഞിട്ട് താർക്കികാദി മതമാഹ. താർക്കികാദി മതത്തെ അവതരിപ്പിക്കുകയാണ് ഭാഷ്യം കണ്ടതിൽ. 2-ാം പങ്ക്തി 44-ാം പേജ് ഭാഷ്യം. അസ്തി ദേഹാദി വ്യതിരിക്ത സംസാരി കർത്ത ഭോക്ത ഇത്യവരെ. ദേഹാദി വ്യതിരിക്തൻ, ദേഹത്തിൽ നിന്ന് വിലക്ഷണനായിരിക്കുന്ന, ദേഹഭിന്നനായിരിക്കുന്ന ആത്മാ ഉണ്ട്. അവനാണ് സംസാരത്തിൽ വന്നും പോയും കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസാരി. അവനാണ് കർത്ത, അവനാണ് ഭോക്ത. കർത്താവിന്റെയും ഭോക്താവിന്റെയും രൂപത്തിൽ ഒരു സംസാരിയായിരിക്കുന്ന ഒരു ജീവൻ ദേഹവിലക്ഷണനായിട്ടുണ്ട് എന്ന് ആര് മാനിക്കും? വൈശേഷിക നൈയായിക സിദ്ധാന്തമാണ്. ഇനി ടീക്ക കണ്ടോ? സാഖ്യമതമാഹ. സാഖ്യന്റെ അഭിപ്രായം പറയാണ്, ഭാഷ്യം കാണും. ഭോക്തയോ കേവലം ന കർത്തൈത്യേകി. കർത്താവല്ല, കർത്തൃത്വം പ്രകൃതിയിലും ഭോക്തൃത്വം ജീവനിലും ആണ്. ജീവൻ ഭോക്ത, കർത്ത ആത്മ. ഇത് സാഖ്യ സിദ്ധാന്തമാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും ഇനിയിപ്പോ യോഗ സിദ്ധാന്തത്തില്. ടീക്ക നോക്കി. കിം ആത്മാ ദേഹാദിരൂപ ഉത തദ് ഭിന്ന ഹൈതി വിപ്രതിപത്തി കോടിത്വേന. ആത്മാ ദേഹാദിരൂപ ഉത അഥവാ തദ് ഭിന്ന. ആത്മാ ദേഹ ഇന്ദ്രിയ മനാദിരൂപമാണോ? ഇത്രയും എടുത്തുകൊള്ളുക. അല്ല അതിൽ നിന്നും ഭിന്നമായിരിക്കുന്ന വസ്തുവാണോ? ഇവിടെ വിപ്രതിപത്തി കോടിത്വേന. വിപ്രതിപത്തി കോടി എന്നൊരു വിഭാഗമാണ്. വിരുദ്ധ പ്രതിപത്തി. പ്രതിപത്തി അഭിപ്രായം ഉണ്ട് എന്നും ഇല്ല എന്നുമുള്ള അഭിപ്രായം വരുമ്പോഴാണ് വിപ്രതിപത്തി എന്ന് പറയാം. ഇങ്ങനെ കോടിത്വേന ആ വിപ്രതിപത്തി രൂപത്തില് ദേഹേന്ദ്രിയ മനോബുദ്ധി ശൂന്യാത്മാ ശൂന്യാന്യുക്ത. ദേഹമാണ് ആത്മാ എന്ന് ചാർവാകൻ, മനസ്സാണെന്ന് ഇന്ദ്രിയമാണെന്ന് ആത്മാവെന്ന് ചാർവാകൻ, ബുദ്ധി ആത്മാവാണെന്ന് ക്ഷണിക വിജ്ഞാനവാദി, ശൂന്യം ആത്മാ എന്ന് മാധ്യമികൻ. ഇവരെല്ലാവരുടെയും മതത്തെ പറഞ്ഞിട്ട് ഉക്തുവ തദ് ഭിന്നോബി എന്ന് പറഞ്ഞാല് ദേഹാദികളിൽ നിന്ന് വിലക്ഷണനായിട്ട് ഒരാത്മാവുണ്ട്. ദേഹ ഇന്ദ്രിയ മനോ ബുദ്ധി ശൂന്യത്തിൽ വിലക്ഷണമായിട്ട് ഒരു ആത്മാവുണ്ട്. പക്ഷെ അവിടെയും മതവ്യത്യാസമുണ്ട്.
ഭിന്നോപി കർത്തൃത്വാദിമാൻ നവാരി. കർത്തൃത്വാദികൾ ആ ആത്മാവിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും അനേക മതമുണ്ട്. വിപ്രതിപത്തി കോടിത്വന വിരുദ്ധ പ്രതിപത്തി വിഭാഗത്തില് താർക്കിക സാഖ്യ പക്ഷവും ഉപന്യസ്യ താർക്കിക പക്ഷത്തെയും സാഖ്യപക്ഷത്തെയും നിരൂപണം നടത്തിയിട്ട് അകർത്താപി, ഇനി അടുത്ത് വരികയാണ് കർത്താവല്ല ആര് ആത്മാ, പക്ഷേ ഈശ്വരാത് ഭിന്നോ ന വേദി വിവാദ കോടിത്വന യോഗി മതമാഹ, യോഗികളുടെ മതം വരികയാണ്. ഈശ്വരൻ ഈ അകർത്താവായിരിക്കുന്ന ജീവനിൽ നിന്നും ഭിന്നമാണ് എന്നുള്ളതാണ് ആരുടെ മതം? യോഗ സിദ്ധാന്തം. യോഗികൾ പറയാണ്. ഓരോരുത്തരുടെ മതം മനസ്സിലാക്കിയോ? എന്താണ് ഭാഷ്യം കാണ്? അസ്തി താവത് വ്യതിരിക്ത ഈശ്വര, ജീവനിൽ നിന്നും ദേഹാദികളിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ഈശ്വരനുണ്ട്. സർവജ്ഞ സർവശക്തി രീതി കേൾച്ചത്, അവൻ സർവശക്തിയോട് കൂടിയവനും. സർവശക്തി സർവശക്തി സർവജ്ഞ, സകലത്തിനെ അറിയുന്നതും സകലത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനുമുള്ള സാമർത്ഥ്യത്തോടു കൂടിയ ശക്തിയോട് കൂടിയവനുമായിരിക്കുന്ന ഒരു ഈശ്വരൻ. അത് വ്യതിരിക്ത എന്ന് പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ജീവ വ്യതിരിക്ത മനസ്സിലായിക്കൊള്ളണം. കേവലം ദേഹാദി വ്യതിരിക്തനല്ലവൻ. ടീക്കയിൽ സ്പഷ്ടീകരിച്ചല്ലോ. എന്താണ്? അകർത്താപി ഈശ്വരാത് ഭിന്നോ നവ, ഈശ്വരന് വിലക്ഷണമായിരിക്കുന്ന ജീവൻ. ഭാഷത്തിൽ പറഞ്ഞത് വ്യതിരിക്ത ഈശ്വര എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജീവനിൽ വ്യതിരിക്തനായിരിക്കുന്ന വ്യതിരിക്ത വിലക്ഷണൻ ഭിന്നൻ എന്നർത്ഥം. ജീവനിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരന് ഭിന്നമായിരിക്കുന്ന ജീവൻ സിദ്ധിക്കപ്പെടും. പരസ്പര ഭേദം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അവരുടെ യോഗസൂത്രത്തിൽ കാണുക, ക്ലേശകർമ്മ വിഭാഗാശയരപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര. ക്ലേശ കർമ്മ വിഭാഗ ആശയ അപരാമൃഷ്ട അസംബദ്ധ, ക്ലേശാദികളൊന്നുമില്ലാത്ത പുരുഷവിശേഷം എന്ന് പറഞ്ഞാല് ജീവനായിരിക്കുന്ന പുരുഷനിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ഒരു ഈശ്വര പുരുഷനുണ്ട്. ഇനി അതിനെയും കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പറയും തത്ര നിരധ്യം സർവജ്ഞ ബീജം, സർവജ്ഞതയ്ക്ക് കാരണമായിട്ട് നിരതിശയമായിരിക്കുന്ന ജ്ഞാനാദികളെ പറയും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സർവജ്ഞനാണെന്ന് പറയാം. അപ്പോൾ സർവശക്തിമത്തായിരിക്കുന്ന, അതാണ് സർവജ്ഞ ശക്തി രീതി ഭാഷകാരൻ എഴുതി വെക്കാൻ കാരണം അവരുടെ യോഗസൂത്രത്തില് നിരൂപണം നടത്തി അങ്ങനെ കിട്ടും. നോക്ക്, നിരതിശയത്വം ഗൃഹീത്വ ഈശ്വര സർവജ്ഞത്വാദി സമ്പന്ന ഇത് യോഗിനോ വദന്തി. യോഗികൾ ബഹുവചനാണ്. യോഗിനോ വദന്തി എന്താ പറയുന്നത്? നിരതിശയം തത്ര നിരതിശയം സർവജ്ഞ ബീജം എന്ന സൂത്രം അത് വെച്ചിട്ടാണ് ടീക്കാകാരൻ പറയുന്നത്. അതിനെ അതിശയിച്ചിട്ട് ഒന്നുണ്ടെങ്കിൽ സാദിശ്യമായി പോകും. അതിനെ അതിശയിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിരതിശയമായിരിക്കും. എന്ത്? ഐശ്വര്യാദികൾ. ഇപ്രകാരം നിരതിശയത്വം ഐശ്വര്യാദികൾ നിരതിശയമാണ് ഈശ്വരൻ എന്ന് ഗ്രഹിച്ചിട്ട് ഈശ്വര സർവജ്ഞത്വ സമ്പന്ന, ഈശ്വരൻ സർവജ്ഞനും സർവകർത്താവുമായിട്ട് ഒരുത്തനുണ്ട് എന്ന് സമ്പന്നമാകുന്നു, സിദ്ധമാകുന്നു. ഇതാണ് യോഗികളുടെ മതം എന്ന് യോഗികൾ പറയുന്നു. ഭേദകോടി മുക്തുവ, അതായത് ജീവൻ ഈശ്വരനിൽ നിന്ന് ഭിന്നമാണ് അഥവാ ഈശ്വരൻ ജീവനിൽ നിന്ന് ഭിന്നമാണ് എന്നുള്ള ഭേദപക്ഷത്തെ, ഭേദകോടിയെ പറഞ്ഞിട്ട് ഉക്തുവ സിദ്ധാന്ത കോടി മാഹ. ഇനി നിങ്ങളുടെ വേദാന്ത സിദ്ധാന്തത്തെ അവതരിപ്പിക്കുകയാണ് ഭാഷ്യകാരൻ. ഭാഷ്യം കണ്ടോ? 4-ാം പംക്തിയില് ആത്മാ സ ഭോക്തുഹു ഇതി അപരേ, ഭോക്തുഹു ആത്മാ സഹ സ ഈശ്വര ഭോക്തു ആത്മാ. വാസ്തവത്തിൽ ഭോക്താവായിരിക്കുന്ന ജീവന്റെ, ഭോക്താവെന്ന് എടുത്തു കാണിക്കുന്നത് ഞാൻ എന്നുള്ള ഇവിടത്തെ അജ്ഞാന കാലത്താണ് ഗുരു ശിഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ശിഷ്യൻ ഇവിടെ അജ്ഞാനിയായിരിക്കുന്ന ഭോക്താവാണ്. നമ്മളെല്ലാം ഇവിടെ ഗുരുവിന്റെ ഒരു സ്ഥിതിയിൽ ശാസ്ത്രം നിലനിൽക്കുകയാണ്. ശാസ്ത്രം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നേരം ഇവിടെ ഇരിക്കുന്ന ഭോക്ത സഹ കഹ ഈശ്വര കഹ ആത്മാ. ഇവിടെ ഇരിക്കുന്ന ഭോക്ത അവൻ തന്നെയാണ് ഈശ്വരൻ. ഭോക്തുഹു ആത്മാ സഹ, ഭോക്താവിന്റെ ഷഷ്ടന്തമാണ്. ആത്മാ എന്ന് പറഞ്ഞ സ്വരൂപം, സഹ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഈ ഭോക്താവിന്റെ സ്വരൂപം തന്നെയാണ്. അത് എപ്പോഴേ വരത്തുള്ളൂ? എപ്പോഴുള്ളത് തന്നെയാണ്. പക്ഷെ ഉപാധി നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഭിന്നമാണെന്ന് മനസ്സിലാക്കുന്നു മാത്രം. നോക്ക്, ഭോക്തുർ ജീവസ്യ അകർത്തുഹു സാക്ഷിണഃ സ ഈശ്വരഃ ആത്മസ്വരൂപമിതി വേദാന്തിനോ വദന്തി ഇത്യർത്ഥഃ. ഇങ്ങനെ വേറെ രീതിയിലാണ് പടിവെച്ച് കയറിയത്. ഭോക്ത ആരാണ്? ജീവൻ. ഭോക്താവായിരിക്കുന്ന ജീവന്റെ അകർത്തുഹു സാക്ഷിണഃ. നോക്ക്, വാസ്തവത്തിൽ ഈ ഭോക്താവായിരിക്കുന്ന ജീവൻ അകർത്താവായിരിക്കുന്ന സാക്ഷിയാണ്. അതുകൊണ്ട് ഇനി ഷഷ്ടി ഒന്നിച്ചു കൊടുത്തങ്ങ് പോയതാണ്. വ്യാവഹാരിക കാലത്ത്, അജ്ഞാനകാലത്ത് നമ്മൾ ഭോക്ത എന്ന് പറയുന്നവൻ വാസ്തവത്തില് സാക്ഷി സ്വരൂപനാണ്. അതിപ്പോൾ ഭോഗം നടത്തുന്ന പോലും സാക്ഷിയാണ്.
ഭോഗകാലത്ത് ആ സാക്ഷി തന്നെയാണ് പ്രമാതാവിലൂടെ അറിയുന്നത് എല്ലാം ഭോഗിക്കുന്നത്. അപ്പം പ്രമാതാവിലൂടെയുള്ള ചൈതന്യവും സാക്ഷി ചൈതന്യവും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ടാണ് ഭോക്താവായിരിക്കുന്ന ജീവന്റെ അവൻ വാസ്തവത്തിൽ ആരാണ്? അകർത്താവായിരിക്കും സാക്ഷിയാണ്. സർവ്വ ജീവ ഈശ്വര സ്വരൂപനായിരിക്കും സാക്ഷിയാണ് അവൻ. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി അകർത്താവായിരിക്കും സാക്ഷിയാണ്. സ ഈശ്വര ആത്മസ്വരൂപമിതി സഹ സാക്ഷിണ. ആ സാക്ഷിയുടെ എന്ന് പറയുന്ന ജീവസാക്ഷിയുടെ വാസ്തവ സ്വരൂപം എന്താണ്? സ ഈശ്വര, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനിൽ ഭിന്നമായിട്ടല്ല ഇവിടെ ജീവനായിരിക്കുന്ന സാക്ഷി സ്വരൂപൻ ഇരിക്കുന്നത്. ആത്മസ്വരൂപം, അതായത് ഈശ്വരൻ തന്നെ ജീവന്റെ സ്വസ്വരൂപമാകുന്നു. ഇതെങ്ങനെയാ? നിരുപാധികനായി കഴിഞ്ഞാൽ അവിടെ ഈശ്വരനുമില്ല, ജീവനുമില്ല, ഒരു സ്വരൂപമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എന്തിനാണ് ഈ ജീവേശ്വരൻ ഒന്നാന്ന് പറഞ്ഞത്? ഉപാധി ഇരുന്നാൽ പോലും വസ്തു മാറുന്നില്ലല്ലോ. വസ്തു, അതായത് ഉപാധി വെച്ചത് കൊണ്ട് രണ്ടായി എന്നൊക്കെ പറയാൻ പറ്റുമോ? രണ്ടായത് പോലെ തോന്നുന്നേ ഉള്ളൂ. ഇപ്രകാരം വേദാന്തികൾ പറയുന്നു. വേദാന്തിനോ വദന്തി വിപ്രതിപത്തിരുപസംഹരതി. ഇപ്രകാരം ഇനി വെച്ചിരിക്കുന്ന ഇത്രയും വിപ്രതിപത്തികൾ ഉണ്ടല്ലോ, വിരുദ്ധ പ്രതിപത്തി, വിരുദ്ധ അഭിപ്രായം, ഇതിനെ എല്ലാറ്റിനെയും കൊണ്ടച്ചിട്ട് ഉപസംഹാരം നടത്തുകയാണ്. ഭാഷ്യം കണ്ടോ? ഏവം ബഹവോ വിപ്രതിപന്നാഹ യുക്തിവാക്യ തദാഭാസ ആഭാസ സമാശ്രയ സന്തഃ. ബഹവോ വിപ്രതിപന്നാഹ, വളരെ വിപ്രതിപത്തി യുക്തന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഓരോ ശാസ്ത്രത്തിനനുസരിച്ചും, ശാസ്ത്രം എന്ന് പറഞ്ഞാലേ ശാസ്ത്രീയ അനുസരിച്ച് ശാസ്ത്രം എന്നേ ഉള്ളൂ. ഏതിനാലാണോ ഉപദേശിക്കുന്നതാണ് ശാസ്ത്രം. ഓക്കെ. അല്ലെങ്കിൽ ശാസ്ത്രത്തിന് എന്തർത്ഥം പറയും? സകല അർത്ഥത്തെ നിരൂപിക്കുന്നതാണെങ്കിൽ. ഓക്കെ. ഏവം ബഹവോ വിപ്രതിപന്നാഹ, എങ്ങനെ? യുക്തി വാക്യ തദ് ആഭാസ സമാശ്രയ, യുക്തി സമാശ്രയ, വാക്യ സമാശ്രയ, യുക്തിയാഭാസ സമാശ്രയ, വാക്യാഭാസ സമാശ്രയ. ഇത്രയും കാര്യങ്ങളുണ്ട്. യുക്തിയെ ആശ്രയിച്ചിട്ട്, വാക്യത്തെ ആശ്രയിച്ചിട്ട്. യുക്തി, പ്രതിപക്ഷം എന്താവും? യുക്തി ആഭാസത്തെ ആശ്രയിക്കും, അതേപോലെ വാക്യാഭാസത്തെ ആശ്രയിക്കും. എങ്കിൽ മാത്രമേ പരസ്പരം ഏറ്റുമുട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം നാലെണ്ണം വെച്ചോ: യുക്തി സമാശ്രയ, വാക്യസമാശ്രയ, യുക്തിയാഭാസ സമാശ്രയ, വാക്യാഭാസ സമാശ്രയ, ബഹവഃ വിപ്രതിപന്നാഃ സന്തഃ. വളരെ വിരുദ്ധ പ്രതിപത്തിയോടുകൂടിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവർ യുക്തിയെയും വാക്യത്തെയും, യുക്തിയാഭാസത്തെയും വാക്യാഭാസത്തെയും ആശ്രയിച്ചുകൊണ്ടാണ് പരസ്പരം പോരടിക്കുന്നത്. ഇനി ടീക്ക: വിപ്രതിപത്തീനാം പ്രപഞ്ചോ നിരാസശ്ച വിവരണോപന്യാസേന ദർശിതഃ സുഖബോധായ ഇതി ഇഹ ഉപരമ്യന്തി. വല്ലാത്ത പണിയായിപ്പോയത്. വിവരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വിവരണ ഗ്രന്ഥമാണ്. വിവരണ ഗ്രന്ഥം ഏതിന്റെ ടീക്കുക? ശങ്കരാചാര്യർ എന്നുള്ള ആളെ കേട്ടിരുന്നു ആരെങ്കിലും? വിവരണ ഗ്രന്ഥം ആരുടേതാ? അറിയത്തില്ല. ആത്മീയതയിൽ അത് എവിടെയല്ല ടീക്കുക നമ്മളെ? പഞ്ചവതികയുടെ പഞ്ചവാദികാരുടെ ഗ്രന്ഥം. പത്മനാഭാചാര്യർ. അപ്പം പത്മപാദാചാര്യരുടെ പഞ്ചപാദിക. പഞ്ചപാദിക എത്ര സൂത്രമുണ്ട്? 5 ആണോ 6 ആണോ? 4 സൂത്രമുള്ളൂ. പിന്നെ പഞ്ചാന്ന് പറഞ്ഞ എന്താ? വിസ്താരം എന്ന അർത്ഥത്തിൽ. പഞ്ച ശബ്ദത്തിന് വിസ്താരം എന്നർത്ഥം. വിസ്താരമായിരിക്കുന്ന ടീക്കയാണ്. ശരി. അങ്ങനെ ഇരിക്കുന്നേ പഞ്ചപാദികയുടെ ടീക്കയുടെ പേരാണ് വിവരണം. പിന്നെ ഇതൊരു പ്രസ്ഥാനമായി മാറി. ഇങ്ങനെയാണ് വിവരണ പ്രസ്ഥാനം എന്ന് പേര് കിട്ടുന്നത്. ठीक है. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വിവരണകാര മതാനുസാരം എന്നൊക്കെ പറഞ്ഞു കളയും. കാരണം അവർക്ക് മതഭേദമുണ്ട്. ഭാഷകാരനിൽ നിന്ന് തന്നെ, ഭാഷകാരനാണ് ഇതിനെല്ലാം അവസരം കൊടുത്തത്. അത് വെച്ചിട്ട് പല മതഭേദവും കയറി വരുന്നുണ്ട്. അപ്പൊ വിപ്രതിപത്തീനാം പ്രപഞ്ചോ, വിപ്രതിപത്തികളുടെ വിസ്താരം എവിടെ ചെയ്തിട്ടുണ്ട്? വിവരണോപന്യാസേന ദർശിത. വിവരണത്തിന്റെ ഉപന്യാസത്താൽ, വിവരണ വ്യാഖ്യാനമോ അല്ലെങ്കിൽ വിവരണത്തിന്റെ വ്യാഖ്യാനമോ. വിവരണം മാത്രമല്ല, വിവരണത്തിന് ഇനിയും ഋജു വിവരണം, അതേപോലെ തത്വദീപനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീക്ക് അതിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ പ്രപഞ്ചനം മാത്രമല്ല, നിരാസശ്ച, മറ്റു മതങ്ങളുടെ നിരാസവും അവിടെ തന്നെ നടത്തിയിട്ടുണ്ട്. ദർശിത, കാണിക്കപ്പെട്ടതാണ്. എന്തിന്? സുഖ ബോധായ, അവിടെ അനായാസന ബോധമാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇഹ ഉപരമ്യന്ത്, ഇവിടെ പിന്മാറുകയാണ്. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ഉണ്ടായിരുന്നു, വിട്ടേക്കാണെന്ന് അർത്ഥം. ഇനി എന്താ വേണ്ടത്? യുക്തിയാദികൾ വേണം അല്ലേ? ആദ്യത്തെ നോക്കി ടീക്കയില് തത്ര യുക്തിവാക്യാശ്രയാഹ സിദ്ധാന്തിനഃ. യുക്തിവാക്യത്തെ സിദ്ധാന്തി ആശ്രയിക്കും, യുക്തി ആഭാസത്തെ പൂർവപക്ഷി ആശ്രയിക്കും. പൂർവപക്ഷിയുടെ മക്കൾ എന്ത് പറയും? അവരുണ്ടല്ലോ വേദാന്തികൾ, യുക്തിയാഭാസത്തെ ആശ്രയിക്കും, ഞങ്ങൾ യുക്തിയെ ആശ്രയിക്കും. ഈ തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. അതായത് നിങ്ങളുടെ അദ്വൈത സിദ്ധി ഗ്രന്ഥമാണ്
15-ാം നൂറ്റാണ്ടിൽ തീർന്നു അതിന്റെ പരിപാടി. ഇതിനുശേഷം അത്രയും ഏറ്റുമുട്ടലുകളോടുകൂടിയിരിക്കുന്ന ഗ്രന്ഥം ആരും എഴുതിയിട്ടില്ല. നാ സിദ്ധാന്ത, നാ ദ്വൈതിക്ക്, നാ അദ്വൈതിക്ക്. പിന്നെ ചെറിയ ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് വന്നേ ഉള്ളൂ. അവിടെ തന്നെ അദ്വൈസിദ്ധിക്കും കുറെ ടീക്ക ഉണ്ട് കേട്ടോ. 8 ടീക്ക വേറെ തന്നെ കിടക്കുന്നുണ്ട്. ടീക്കയുടെ ഗ്രന്ഥമുണ്ട്, മൊത്തം പ്രിന്റ് ആയെന്ന് തന്നെ അറിയത്തില്ല. അതിന് വോള്യൂംസ് ഇഷ്ടം പോലെ വേണ്ടേ. എന്താ പറയുന്നത്? ജീവോ ബ്രഹ്മൈവ ആത്മത്വാദ് ബ്രഹ്മവത് ഇത്യാദി യുക്തേഹേ. ഇതിലെ സാധ്യം ഹേതു പക്ഷം എന്ന് പറഞ്ഞ ആരെങ്കിലും? ജീവൻ പക്ഷം, ബ്രഹ്മ ആ, സാധ്യം, ആത്മത്വ ഹേതു. ദൃഷ്ടാന്തോ? ബ്രഹ്മത്വം, ബ്രഹ്മ. ബ്രഹ്മത്വം, ബ്രഹ്മ. ഉം. വ്യാപ്തി എങ്ങനെ വരും? എത്ര ബ്രഹ്മത്വം തത്ര ആത്മത്വം. ജീവോ ബ്രഹ്മൈവ. ഇത് പ്രതിജ്ഞ. പ്രതിജ്ഞാവാചകം കഴിഞ്ഞിട്ടാണ് കോമ കാണുക. പ്രതിജ്ഞാവാചകത്തെ പിടിച്ച് രണ്ടാക്കണം. ഒന്ന് പക്ഷമോ ഒന്ന് സാധ്യമോ ആവും. ഏത് കണ്ടെങ്കിലും മനസ്സിലാക്കാൻ പാടില്ല ഇതിന്റെ മുന്നേ പ്രതിജ്ഞ വന്നു എന്നുള്ളത്. പഞ്ചമ്യന്തമോ തൃതീയാന്തമോ ആയിരിക്കും ഹേതുവായിട്ട് വരിക. ഹേതുവിന് മുന്നേ ആയിരിക്കും നിങ്ങളുടെ പ്രതിജ്ഞ വരിക. പ്രതിജ്ഞയിൽ ഒന്ന് സാധ്യവും ഒന്ന് ഹേതുവായി, ഒന്ന് പക്ഷവുമായി. ഇത് ചുരുങ്ങിയ പക്ഷത്തെങ്കിലും മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾക്ക് തർക്കസംഗ്രഹാദി ഗ്രന്ഥങ്ങളിലൂടെ പ്രത്യേകം തന്നെ പഠിക്കാം. ജീവോ ബ്രഹ്മൈവ. ജീവൻ ബ്രഹ്മം തന്നെയാവുന്നു. എന്തുകൊണ്ടാ? ആത്മത്വാത് ബ്രഹ്മവത്ത്. എത്ര ആത്മത്വം, എത്ര ബ്രഹ്മത്വം. അതായത് സാധ്യം കാണുന്ന സമയത്ത് എവിടെ ഇപ്പൊ എന്താ കണ്ടിട്ടുള്ളൂ? ബ്രഹ്മൈവ. നിങ്ങള് ചുരുങ്ങിയ പക്ഷം ഇങ്ങനെ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് പർവ്വതോ വന്യമാൻ ധൂമാൻ, അവിടെയാണ് ഇവർ തുടങ്ങുക പരിപാടികൾ. വന്യമാൻ, മാൻ വാൻ എന്ന് കണ്ടാല് അത് ഒഴിവാക്കിയിട്ട് സാധ്യം പറയാ. അപ്പൊ വന്യമാൻ എന്നുള്ള സ്ഥലത്ത് മാൻ ഒഴിവാക്കിയാൽ വന്നി സാധ്യം കിട്ടും. ഇനി മാൻ വാൻ എന്ന് പദം ഇല്ലെങ്കിൽ ത്വം കൂട്ടിച്ചേർത്ത് സാധ്യം പറയാ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യാപ്തി സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ മുന്നോട്ട്. ഇത് ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. ഇത് വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല പരിപാടികൾ. വ്യാപ്തി സിദ്ധിക്കുന്ന വേറെ രീതി തന്നെയുണ്ട്. ഓക്കെ. അതിനെ സാമാന്യമായിട്ട് കാണിക്കുമ്പോൾ എത്ര തത്ര എന്നാ പറയാം. പക്ഷേ ലക്ഷണ അടിസ്ഥാനത്തിലെടുത്താൽ സാധ്യ അഭാവത് ഔർത്തിത്വം വ്യാപ്തി എന്ന് പൂർവപക്ഷ ലക്ഷണവും വ്യാപക സാമാനാധികരണ വ്യാപ്തി എന്ന് സിദ്ധാന്ത ലക്ഷണം. ഓരോരുത്തർ തന്നെ, അതായത് ഈ വ്യാപക സാമാനാധികരണം വ്യാപ്തി സിദ്ധാന്ത ലക്ഷണം മാനിച്ചില്ല എങ്കിൽ സാധ്യ അഭാവത് ഔർത്തിത്വം എന്നുള്ള പൂർവപക്ഷ വ്യാപ്തിക്ക് അനുസരിച്ച് കേവലാന്വയ സാധ്യ സ്ഥലത്ത് ഈ അന്വയിക്കാൻ പറ്റാതെ പോകും. കാരണം കേവലാന്വയം എന്ന് പറഞ്ഞാൽ അത്യന്താഭാവ അപ്രതിയോഗി എന്നാണ്. അത്യന്താഭാവത്തിന്റെ പ്രതിയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ അഭാവം എവിടെയെങ്കിലും കിട്ടിയേനെ. അപ്പൊ സാധ്യഭാവം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആരാണോ അത്യന്താഭാവത്തിന്റെ അപ്രതിയോഗി എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിന്റെ അത്യന്താഭാവം എവിടെയും കിട്ടത്തില്ലയോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇരിക്കും. അങ്ങനെയുള്ള വസ്തുവിന്റെ അതങ്ങനെ വസ്തുവിനെ സാധ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധ്യഭാവം കിട്ടത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ സാധ്യഭാവത്തെ ഔർത്തിത്വം എന്നുള്ള വ്യാപ്തി, ഇത് പൂർവപക്ഷ വ്യാപ്തി എന്ന് പറയും. അതായത് നൈയായികരിൽ തന്നെ പൂർവപക്ഷ സിദ്ധാന്തിയുണ്ട്. അവരിലെ പൂർവപക്ഷ വ്യാപ്തിയാണ്. കാരണം ഇതിന് തെറ്റുണ്ട്. ഇത് കേവല അന്വേഷ സ്ഥലത്ത് അന്വയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? വ്യാപക സമാനാധികരണ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം വ്യാപകനെ കണ്ടെത്തണം. വ്യാപകനെ കണ്ടെത്തിയാൽ മാത്രമേ വ്യാപക സമാനാധികരണ വ്യാപ്തി സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഏതായാലും ഇതിനെ നമുക്ക് നാളെ വിശദീകരിക്കാം. ഇന്ന് സ്വാമിജി പറഞ്ഞല്ലോ സാക്ഷി തന്നെ പ്രമാണം പ്രമ. ഇത് ഇവിടെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. അതൊന്ന് വ്യക്തമാക്കി തരാം. ഞാനിപ്പം വ്യക്തമായി തന്നാലും ഇത് എപ്പോഴും ജമാലയാണ്. ബേസിക് അങ്ങനെ പറയാലോ. സാക്ഷി തെളിഞ്ഞു കിട്ടണമെങ്കിൽ കുറെ വർഷത്തെ എന്ന് പറഞ്ഞാൽ ഓരോരോ സ്റ്റെപ്പായിട്ട് സാക്ഷി ഇങ്ങനെ പരന്നിരിക്കുന്ന സാധനമാണ്. സാക്ഷി പിടികിട്ടാത്ത കാലത്തോളം വേദാന്തം പിടികിട്ടത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് മെനക്കെടേണ്ട സ്ഥലം സാക്ഷി സ്ഥലമാണ്. സാക്ഷി സ്ഥലത്താണ് മൊത്തം പ്രമാണത്തിന്റെ ഭാഗം കയറി നിൽക്കുന്നത്. അവിടെ എല്ലാവരോടും കൂടിയാണ് സാക്ഷി ശ്രദ്ധിച്ചോളണം. ഈ സ്ഥലത്താണ് അവിദ്യ സിദ്ധിച്ചില്ലെങ്കിൽ സാക്ഷി സിദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ സുഷുപ്തിയിൽ അവിദ്യ ഇല്ലെങ്കിൽ സുഷുപ്തിയിൽ സാക്ഷി സിദ്ധിക്കപ്പെടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സുഷുപ്തിയിൽ ആരാണ് അവിദ്യ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വേദാന്തം ലെവലേസ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വേദാന്തം കുറച്ച് പങ്ക്തി അന്വേഷിക്കലല്ലോ. നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താ? നാട്ടുകാർ വേദാന്തം പഠിപ്പിക്കലാണോ? അതല്ലല്ലോ. നമ്മൾക്ക് തെളിവ് വേണ്ടേ? നമ്മൾക്ക് തെളിവ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എങ്ങനെ നിരുധ്യാസന സ്ഥലത്ത് ഇരിക്കാൻ പറ്റും? അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് സാക്ഷി. ശാസ്ത്രകാരന്മാർ പറഞ്ഞത് എന്താണെന്നല്ല മനസ്സിലാക്കണം. അപ്പൊ അവിദ്യ ഉള്ളതിന് കാണിക്കാൻ ഇഷ്ടം പോലെ ശ്രുതിയുണ്ട്, സൂത്രമുണ്ട്, കാരികയുണ്ട്, ഭാഷ്യയുണ്ട്, ടീക്കയുണ്ട്. പക്ഷെ ഇതൊന്നും ചവിട്ട് കയറാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് സോക്കോൾഡ് ഗുരുക്കന്മാരെ ഇതേ പിടിക്കത്തുള്ളൂ. കാരണം അവർ ക്ഷേമ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഗ്രൂപ്പ് അറിയാലോ നിങ്ങൾക്ക്. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം. നല്ല ഗ്രൂപ്പ്സ് ഉള്ള സാധനമാണിത്. എന്ന് പറഞ്ഞാൽ എനിക്കിത് മൊത്തം അറിയത്തില്ലെങ്കിൽ ഞാനൊരു സൈഡ് പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. പ്രശ്നം എന്താ? അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആചാര്യന്മാരെ കേട്ടാലും നമ്മൾക്ക് ഇതിൽ തെളിച്ചം കിട്ടുന്നില്ല. നമ്മൾ ഇരുന്ന് തപ്പലേ ഉണ്ടാകത്തുള്ളൂ. ഈ
വിഷയം ആയിരിക്കുന്ന ഘട്ടം, അതിനെ അറിയുന്ന ഒരുത്തൻ ജീവൻ. അവന്റെ അന്ധക്കരണത്തിന്റെ വൃത്തിയാണ് ഘടാകാര വൃത്തിയായിട്ട് മാറുന്നത്. ഘടത്തിന്റെ ആകാരത്തിൽ വൃത്തിയുള്ളവനാണ് വൃത്തിയുള്ള അന്ധക്കരണം. ഈ അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യമാണ് ജീവൻ. പ്രതിബിംബിച്ചതാരാ? സാക്ഷി. അതുകൊണ്ട് സാക്ഷി ചൈതന്യവും അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യവും തമ്മിൽ വ്യത്യാസം വരത്തില്ല. ഇനി അന്ധക്കരണത്തെ വെച്ച് തന്നെ, അപ്പം അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചവൻ ഇവൻ തന്നെ സാക്ഷിയാണെങ്കിൽ എപ്പോഴും അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കത്തില്ലേ? നിർബന്ധമില്ല. കാരണം അന്ധക്കരണം ഇരിക്കാത്ത സമയമുണ്ട്. അന്ധക്കരണം എപ്പോഴാണ് ഇല്ലാതിരിക്കുക? സുഷുപ്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ധക്കരണം ഉണ്ടാവത്തില്ല. ഇനി ജാഗ്രതയിൽ തന്നെ ഇവൻ സ്മരിക്കുമ്പോൾ സ്മരണം പ്രമാതാവിനല്ല, സ്മരണം സാക്ഷിക്കാണ്. പ്രമാതാവിന് പ്രമ മാത്രമേ ഉള്ളൂ. ഇത് ഇത്ര ആലോചിച്ചോളാം. പ്രമാതാവിന് പ്രമ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ജ്ഞാനവും പ്രമാതാവിൻ്റെതല്ല, എല്ലാം സാക്ഷിയുടേതാണ്. അപ്പൊ സാക്ഷി ഒരുത്തൻ നിലനിൽക്കുമ്പോഴാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലുള്ള ഒരു മഹാമത്സ്യ ദൃഷ്ടാന്തം കൊടുക്കത്തില്ലേ? ഇത് സാക്ഷിയിലാണ് അന്വയിക്കുന്നത്. ഇവനാണ് എല്ലാ സ്ഥലത്തിരിക്കുന്നത്. പ്രമാദ എല്ലാ സ്ഥലത്തിരിക്കത്തില്ല. പ്രമേയം ഉണ്ടാവുന്നവരെ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രമാതാവിന്റെ അസ്തിത്വവും സാക്ഷിയുടെ അസ്തിത്വവും ഭിന്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ അന്ധക്കരണത്തിലൂടെ വിഷയത്തെ കാണുമ്പോൾ മാത്രമേ പ്രമാതാവിന്റെ രൂപത്തിലേക്ക് അവൻ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ സാക്ഷി രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവൻ എന്നുള്ളത് പ്രമാതാവല്ല, സാക്ഷിയാണ്. പക്ഷെ നമ്മൾക്ക് ഞാൻ എന്ന് അനുഭവപ്പെടുന്ന സമയത്ത് സാക്ഷി തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ അങ്ങനെയല്ലല്ലോ, സാക്ഷി വേറെ ആരോ, ഞാൻ വേറെ ആരോ. കണ്ടോ, ഇവിടെ തന്നെ നമ്മൾ പെട്ടു. അതാണ് നമ്മൾ ചിലരുടെ രമണ സിദ്ധാന്തം തെറ്റാന്ന് പറയാൻ കാരണം, ഞാനെന്ന് അറിയുന്ന സമയത്ത് തന്നെ ഈ സാക്ഷിയിൽ നിന്ന് അഭിന്നമായിക്കൊണ്ട് ജീവൻ ഇരിക്കുകയാണ് ഇവിടെ. ഇതിന്റെ പിറകിലാണ് സാക്ഷി എന്ന് പോലും നമ്മൾക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ ശുദ്ധന മനസ്സിലാവുന്നു. അതാണ് പറഞ്ഞത് വേശിക്കൽ തെറ്റായ കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് ആരെങ്കിലൊക്കെ പൊക്കിക്കൊണ്ട് നടക്കണം. ക്യാമ ഉണ്ടാക്കണ്ടേ? നമുക്ക് നമ്മളെ ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പിസം വേണ്ടേ? ശാസ്ത്രവിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യം എടുക്കാൻ പാടില്ല. നിത്യശുദ്ധ ബുദ്ധമുക്തനെ ഇങ്ങനെ ഞാനെന്നുള്ള ബോധത്തിൽ അറിയുമായിരുന്നെങ്കിൽ പാംസ് പാലകോപ്പി ഇവിടെ പറഞ്ഞല്ലോ, ഈ പാംസ് പാദകോപ്പി ചളി പറ്റിയ കാലോടുകൊണ്ടിരിക്കുന്ന വിജ്ഞാനിയെ കാണാൻ പറ്റുമായിരുന്നല്ലോ. അതെന്താ? ഞാനിക്ക് ചളി ഇറങ്ങാൻ പാടില്ല? അങ്ങനെയല്ല. സാധാരണക്കാരനും ബോധമില്ലേ ഞാനെന്നുള്ള ബോധം? എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞില്ലേ ഞാനായിരുന്നു ആത്മാവെങ്കിൽ? അങ്ങനെയല്ല അറിയേണ്ടത്. സാക്ഷിക്കും പിറകിൽ പോകണമെങ്കിൽ ശാസ്ത്രം തന്നെ വേണം. ശാസ്ത്രം വേണം. പിന്നെ നിങ്ങൾ ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ ശാസ്ത്രം പറയാതെ വേറെ എന്തിനാ വഴിവെട്ടിയത്? നിങ്ങൾക്ക് എന്തിന്റെ തകരാറായിരുന്നു ഞാൻ പറഞ്ഞ കേൾക്കുന്നു പറയാൻ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാതെ ഇവിടെ നിൽക്കുന്നത്. ഇനി ഈ സാക്ഷിയിലെ തന്നെ അവിദ്യ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ആരുണ്ടാവും? കേവലനുണ്ടാവും. ആ കേവലനില് അഹം എന്നുള്ള ബുദ്ധി ഉണ്ടോ? അഹമെന്നുള്ള ബുദ്ധിയില്ല. അത് എന്നുണ്ടാവുന്നുവോ അന്ന് അജ്ഞാനം നഷ്ടപ്പെടും. അപ്പൊ കേവലനില് ഞാൻ എന്നുള്ള ബുദ്ധി എങ്ങനെയാ? ഇവിടെയുള്ള ജീവാവസ്ഥയിലെ വിശേഷണമായിരിക്കുന്ന അന്ധക്കരണത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജഗത്ത് പോലും കാണാൻ കിട്ടത്തില്ല. വേറെ ജഗത്ത് ദൂരത്തെ തിരിച്ചു. അതിനുശേഷമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അന്ധക്കരണത്തെയും ത്യജിക്കുമ്പോഴാണ് ഞാൻ കേവലനാണെന്നുള്ള ബുദ്ധി ആർക്കുണ്ടാകത്തുള്ളൂ? ജീവൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ജീവൻ ഉണ്ടാവുന്ന സമയത്ത് ആ ജീവൻ ആത്മാവല്ലേ? അല്ല. ഉണ്ടാവുന്ന സമയത്ത് അവന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടു വരുന്നത് അവൻ ബ്രഹ്മമാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നവരെല്ലാം കേട്ടിരിക്കുന്നത് ജീവനാണ്. ജീവൻ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ കേവലനാണെന്നാണ്. കാരണം ജീവന്റെ വാസ്തവ സ്വരൂപം കേവലത്വമാണ്. അജ്ഞാനം കൊണ്ട് അവൻ കേവലനല്ലെന്ന് ധരിച്ചിരിക്കുക മാത്രമാണ്. അവന്റെ ധാരണ പശക മാത്രമാണത്. ഈ ധാരണയ്ക്ക് കാരണമായിരിക്കുന്ന അന്ധക്കരണം എല്ലാ സ്ഥലത്തും നിൽക്കത്തില്ല. അന്ധക്കരണം സ്വപ്നകാലത്ത് വിഷയാകാരത്തിലേക്ക് പരിണമിക്കുകയും സുഷുപ്തികാലത്ത് അവിദ്യയിലേക്ക് ലീനമാവുകയും ചെയ്തു പോകും. അതുകൊണ്ട് അന്ധക്കരണം കൂടെയില്ല, അന്ധക്കരണ വിശിഷ്ടനല്ല. ഇനി സാക്ഷി സ്വരൂപൻ സുഷുപ്തിയിൽ ഇരിക്കുന്നാലും അവന്റെ അറിവല്ല അജ്ഞാനം നഷ്ടപ്പെടുന്നത്. കേവലനായിരിക്കുന്ന സർവ്വവ്യാപകനായിരിക്കുന്ന അവിദ്യാരഹിതനായിരിക്കുന്ന വസ്തുവിന്റെ അറിവാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിദ്യാരഹിതൻ എങ്ങനെയായിരിക്കും ഞാൻ എന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന എന്റെ അവിദ്യാരാഹിത്യത്തോടു കൂടിയിരിക്കുന്ന സ്വരൂപം എന്താണെന്നുള്ള ചിന്തനമാണ് നിധിധ്യാസന സ്ഥലം. അത് കേട്ടറിവിനും യുക്തിക്കും അനുസരിച്ച് അവിടെ നിധിധ്യാസന സ്ഥലത്ത് വ്യത്യാസപ്പെടുന്ന അർത്ഥം. അതുകൊണ്ടാണ് ആവൃത്തി രസകൃത ഉപദേശം എന്ന് പറയുന്നത്. പലവട്ടം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ചാന്തോക്യത്തില് തൈത്തിരത്തിലൊക്കെ കാണാം. തൈത്തിരത്തിൽ കാണാം ഭൃഗുർവ ആരുണഹി വിതരം വരണം ഉപസസാര അതിഹി ഭഗവ ബ്രഹ്മേതി. മകൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എന്നെ ബ്രഹ്മവസ്തുവിനെ പറഞ്ഞതാണ്. അവൻ പറഞ്ഞു കൊടുത്തിട്ട് പറയും തത് ബ്രഹ്മ വിജിജ്ഞാസസ്വ എന്ന് പറയും, നീ പോയിട്ട് ചിന്തിക്കാനാണ്. അങ്ങനെ വിജിജ്ഞാസ്യ, അവൻ വിജിജ്ഞാസ നടത്തിയിട്ട് എന്താ പറയുക, വിചാരം ചെയ്തിട്ട് അവൻ തിരിച്ചു വന്നിട്ട് പിന്നെയും സംസാരിക്കും. ഇങ്ങനെ ചോദ്യോത്തരത്തിലൂടെ അറിവിൽ എത്തിച്ചേരുന്ന രീതിയാണ് വേദാന്തത്തില്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഉപാസനയില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ പറയും നിങ്ങൾ എന്താ നിധിധ്യാസനം പറയില്ല. നിധിധ്യാസനം നിങ്ങളുടെ ഉപാസന സ്ഥലമല്ലേ കുട്ടികളെ? നിങ്ങൾക്ക് ഈ മണികളിരിക്കുന്ന ദേവത അല്ലാതെ പിന്നെ ഏതിനെ അറിയാം ഉപാസന നടത്താൻ? മനസ്സിലായോ? നേരം ഇത് ഉപാസന എന്ന് കേരളത്തിൽ പറയുന്നില്ലേ? അത് നിങ്ങൾ ചുവട്ട് പോകത്തില്ല. അതൊന്നും
ഭാസ്കരന്മാരോടൊക്കെ ചോദ്യം, നിങ്ങളുടെ ചവിട്ടിൽ എന്തുകൊണ്ട് പോകാത്തത്? 99.99 ഗുരുക്കന്മാർ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഇങ്ങനെയായി പോയത്? സ്വാമിജി, നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം നമ്മള് പ്രാപഞ്ചികമായിട്ടുള്ള ആളാണെങ്കിൽ ഉള്ള കാര്യമാണെങ്കിലും നമ്മൾ ബുദ്ധി കൊണ്ടാണല്ലോ നമ്മൾ ഒരു അറിവ് ശേഖരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ശേഖരിക്കുന്ന അറിവ് ആ സമയത്ത് പ്രമാതാവാണ്. ബുദ്ധി പ്രമാതാവായിട്ടിരിക്കുന്നു. പ്രമാണം ഏതെങ്കിലും ഒരു ചൈതന്യം പ്രമാതാവിന്റെ രൂപത്തിലായിരിക്കുന്നത്. ആ ചൈതന്യത്തിന്റെ പേരാണ് പ്രമാദ. അതെ, ബുദ്ധി അവച്ചിന് കറക്റ്റ്, ശരിയാണ്. അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ആയിരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം ഏതെങ്കിലും ശാസ്ത്രമാണെങ്കിലും ശാസ്ത്രമല്ല, അപ്പൊ ആ സമയത്ത് ബുദ്ധി അവച്ചിന്റെ ചൈതന്യമാണ് അവിദ്യ അവച്ചിന്റെ ചൈതന്യം എന്നും നമുക്ക് പറയാമല്ലോ. അല്ല, ബുദ്ധി കൂടെ വേണം, അവിദ്യ സാമാന്യമായിട്ട് നിലനിൽക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ അറിയുന്നു. അപ്പൊ നമ്മള് അഹംബോധം, അതായത് നമ്മൾ ശാസ്ത്ര അവബോധത്തോടു കൂടി ജനിക്കുന്ന പ്രത്യയ ആ സമയത്ത് നമ്മൾ അത് സാക്ഷി കേവലനെ അറിയുന്നു. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന് ജസ്റ്റ് സാക്ഷി കേവലനെ, ഇതിപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ? പ്രമാദ എന്നുള്ളതിൽ നിന്നും പ്രമാതാവിന്റെ സ്വരൂപത്തിൽ നിന്ന് വിലക്ഷണമായിട്ട് സാക്ഷി ഉണ്ടെന്ന് മനസ്സിലായോ? അതെ. പിന്നെ എവിടെയാ ചോദ്യം? നമ്മള് ആ അവബോധം അഹംബോധം ജനിക്കുന്ന സമയത്ത് അഹംബോധം ജനിക്കുന്നത് എവിടുന്ന? ശാസ്ത്ര അഹംബോധം സാമാന്യമായിട്ടുള്ളതാണ്. അഹം എന്നുള്ള ബോധം രണ്ട് വിധത്തിൽ വ്യവഹരിക്കും. ഒന്ന്, പ്രമാദ ഉള്ള സമയത്ത് അഹംബോധമുണ്ട്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അഹം എന്നതിന്റെ ബോധത്തിൽ വെച്ചുണ്ടോ? അഹംബോധത്തിന്റെ അർത്ഥം എന്താ? അഹം എന്ന് പറഞ്ഞ സംസ്കൃത ശബ്ദമല്ലേ? അഹം എന്ന് ഞാനിപ്പോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹമഹമതി സാക്ഷാ സാക്ഷി രൂപേണ ഭാതി. അഹം അതിന്റെ അർത്ഥം എന്താ? ഇത് കേട്ടിട്ടാണ് എല്ലാം പറഞ്ഞു ഞാൻ എന്നിങ്ങനെ. ഞാൻ എന്നുള്ളത് സംസ്കൃത ശബ്ദമാണ്. ഞാനുണ്ട്. ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഉത്തരം പറ. ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ എന്ന് ഇന്നലെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അതെങ്ങനെ നിങ്ങൾ ഞാനുണ്ട് എന്ന് പറഞ്ഞാണ് ജീവിച്ചത്? അല്ലല്ലോ. എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഞാൻ അവകാശിക്കാൻ ഞാനെന്ന് ഇന്നലെ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ ആരായിരുന്നു? ആ രീതിയിലാണ് അവന്റെ പ്രകാശം. സുഷുപ്തിയില് അവിദ്യാവൃത്തി അവച്ചൻ ചൈതന്യം. അതാണ് സാക്ഷിയുടെ തിരുവാടില്ലാത്ത കാലത്തോളം ഇതൊരു നടപടിയാവത്തില്ല മക്കളെ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ അങ്ങ് തരാന്ന് പറഞ്ഞാല് നടക്കുന്ന പ്രശ്നമില്ല. സാക്ഷിയെ നിങ്ങൾക്ക് ഇതിന്റെ പിറകെ കൂടി കഴിഞ്ഞാല് ചുരുങ്ങിയത് ഒരു 10 വർഷം പിടിച്ചോ. അങ്ങനെ ഒന്നും സാക്ഷി കൈകിടത്തില്ല. കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം കേട്ട് കഴിഞ്ഞാൽ പണ്ട് ശ്രീവിദ്യയോട് പറഞ്ഞപ്പോഴും ശ്രീവിദ്യക്കും പിന്നേന്നായിരുന്നു. നടപടിയാവത്തില്ല. പങ്ക്തി ടു പങ്ക്തി വരട്ടെ, അന്നേരം കാണാം സാക്ഷി എവിടെ നിൽക്കുന്നുള്ളത്. ഇത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണിത്. ठीक है. അല്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, മറ്റവന് പറ്റും നല്ല ഉദ്ദേശിച്ചത്. ആര് പഠിച്ചാലും നമ്മളൊക്കെ നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ അത്യന്ത ശുദ്ധാന്തകരണത്തോടുകൂടി ആരം വരണം. അവർക്ക് ഉപദേശം കൊണ്ട് മാത്രമേ ജ്ഞാനം അത് സമ്മതമാണ്. ठीक है. അല്ലെങ്കിൽ നല്ല മെനക്കേടുണ്ട് സാക്ഷി ആരെന്ന് തിരുവാടാവാൻ. എന്നിട്ടല്ലേ സാക്ഷിയിൽ ഇരിപ്പ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. സാക്ഷി സ്വരൂപൻ അവന് 2 വിധ പ്രകാശമുണ്ട്. അന്ധകരണത്തോട് കൂടെ ഇരിക്കുന്ന പ്രകാശമുണ്ട്, അന്ധകരണം ഇല്ലാതിരിക്കുമ്പോഴുള്ള പ്രകാശമുണ്ട്. അവന്റെ പ്രകാശമാണ് സാക്ഷി സ്വരൂപം. അത് അവിദ്യാവച്ചൻ ചൈതന്യത്തിന്റെ പ്രകാശമാണ്. അവനിപ്പോൾ ഞാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം സുഹൃത്തിൽ നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇന്നലെ നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ അസ്തിത്വം ഇന്നലെയും സുഷുപ്തിയിലും സമാനമായിട്ട് ഇരുന്നില്ലേ? അവനാരാ? അവനാണ് അവിദ്യയോട് കൂടി ഇരുന്നപ്പോൾ സാക്ഷി നിന്ന സ്വരൂപം. അതാണ് സാക്ഷി. അവിദ്യയോടുകൂടി ചേതന ഇടുന്ന സ്വരൂപം, അവനാണ് സാക്ഷി. അല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെ സംസ്കൃതം അറിയാത്ത ആത്മാവിന് വലിയ ബുദ്ധിമുട്ടാവും. സംസ്കൃതം അറിയാത്ത ആത്മാ ഞാൻ എന്ന് പറയും, അഹം എന്ന് പറയത്തില്ല. അപ്പൊ അവനില്ല. അപ്പൊ സംസ്കൃതം ആൾക്കാർക്ക് മാത്രമേ അഹംബോധം ഉണ്ടാകത്തുള്ളൂ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.